ഹായ് എവരിവൺ. കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ക്ലാസ് 6 പാർട്ട് 1 എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ലേബർ നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ് ആണ്. ഇതായിരിക്കും നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് പാർട്ടിൽ ലാൻഡ് റിഫോംസ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എംപ്ലോയ്മെൻറ്റ് റൂറൽ ആ പ്രോഗ്രാംസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലേബർ എംപ്ലോയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കോൺസെപ്റ്റ്സ് ഉണ്ട്. മെയിൻസ് എക്സാമിന് ഈ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ നമ്മളിത് പഠിച്ചതിന് ശേഷം ഡിസ്കസ് ചെയ്യും. എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തിച്ചേരേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കും. ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന കോൺസെപ്റ്റ് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ ആണ്, അല്ലെങ്കിൽ WPR എന്ന് പറയും. പെർസെൻറ്റേജ് ഓഫ് എംപ്ലോയിഡ് പേഴ്സൺസ് ഇൻ ദ ടോട്ടൽ പോപ്പുലേഷൻ. ടോട്ടൽ പോപ്പുലേഷനിൽ എത്ര പേരാണ് എംപ്ലോയിഡ് ആയിരിക്കുന്നത് എന്നുള്ള ഒരു റേറ്റ് ആണിത്. എങ്ങനെയാണിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇക്വേഷൻ നോക്കിക്കേ. ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു 100. ഓക്കെ, ഈ റേഷ്യോ കൂടുതലാണെങ്കിൽ, ഇഫ് ദ റേഷ്യോ ഈസ് ഹയർ, ഇറ്റ് മീൻസ് ദാറ്റ് ദ എൻഗേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഈസ് ഗ്രേറ്റർ. കൂടുതൽ വ്യക്തികൾ തൊഴിലിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് അർത്ഥം. If the ratio is medium or low, it means that a very high proportion of the population is not involved directly in the economic activity. ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനിലെ ഒരു മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാരും പ്രപ്പോർഷനും ജോലി ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ റേഷ്യോ കുറവോ അല്ലെങ്കിൽ മീഡിയമോ ആണെങ്കിലുള്ള അർത്ഥം. നെക്സ്റ്റ്, ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേഷ്യോ. ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് എന്താണ് അത് ലേബർ ഫോഴ്സ് എന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നോക്കാം, എന്താണ് ലേബർ ഫോഴ്സ്? വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർ പ്ലസ് സീക്കിംഗ് ഓർ അവൈലബിൾ ഫോർ വർക്ക്, ജോലി ചെയ്യാൻ സന്നദ്ധരായിരിക്കുന്ന അല്ലെങ്കിൽ ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളും കൂടെ ഉൾപ്പെടുന്നതാണ് തൊഴിൽ സേന അല്ലെങ്കിൽ ലേബർ ഫോഴ്സ് എന്ന് പറയപ്പെടുന്നത്. നോക്കേ, വർക്കിംഗ്, ദോസ് ആർ എൻഗേജ്ഡ് ഇൻ എക്കണോമിക് ആക്ടിവിറ്റി, അതാണ് വർക്കിംഗ് എന്ന് പറയുന്നത്. പ്ലസ് സീക്കിംഗ് ഓർ അവൈലബിൾ ഫോർ വർക്ക്, അൺഎംപ്ലോയിഡ് ആയിട്ടിരിക്കുന്ന. ഓക്കെ, ഇനി അൺഎംപ്ലോയിഡിൽ തന്നെ വേറൊരു കാറ്റഗറി ഉണ്ട്, വർക്ക് ചെയ്യാൻ താല്പര്യമേ ഇല്ലാത്ത ആൾക്കാർ. അതിൽ നമ്മൾ ഇവരെ കാൽക്കുലേറ്റ് ചെയ്യില്ല. ഇതിനകത്ത് അവരെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യില്ല. തൊഴിലില്ലാതിരിക്കുന്നതും എന്നാൽ തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായിരിക്കുന്നതുമായിട്ടുള്ള വ്യക്തികൾ പ്ലസ് തൊഴിലിൽ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ കൂടെ ചേർന്നതാണ് ലേബർ ഫോഴ്സ്. എങ്ങനെയാണ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് കണക്കാക്കുന്നതെന്ന് നോക്കിക്കേ. ലേബർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ വർക്കേജ് പോപ്പുലേഷൻ, അതായത് എല്ലാ പോപ്പുലേഷനും നമ്മൾ കണക്കിലാക്കില്ല. നമ്മൾ WPR കണക്കിലാക്കുമ്പോൾ ടോട്ടൽ പോപ്പുലേഷനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് കണക്കിലാക്കുമ്പോൾ 15നും 59 വയസ്സിനിടയ്ക്ക് വർക്ക് ചെയ്യാൻ റെഡിയായിരിക്കുന്ന, അതായത് തൊഴിൽ, നമ്മുടെ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്ന് പറയും, അവരെയാണ് നമ്മൾ വർക്കേജ് പോപ്പുലേഷനായിട്ട് കണക്കാക്കുന്നത്. അതാണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് അൺഎംപ്ലോയ്മെൻറ്റ് റേഷ്യോ. നമ്മളെപ്പോഴും പറയും, ഈ സർക്കാർ വന്നതിന് ശേഷം അൺഎംപ്ലോയ്മെൻറ്റ് കൂടിയോ കുറഞ്ഞോ എന്നൊക്കെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് തൊഴിലില്ലായ്മ. ഈ തൊഴിലില്ലായ്മ എങ്ങനെയാണ് കണക്കിലാക്കപ്പെടുന്നത്? പെർസെൻറ്റേജ് ഓഫ് പേഴ്സൺസ് അൺഎംപ്ലോയിഡ് എമംഗ് പേഴ്സൺസ് ഇൻ ലേബർ ഫോഴ്സ്. ലേബർ ഫോഴ്സിലുള്ളവരിൽ എത്രത്തോളം അൺഎംപ്ലോയിഡ് ആയിട്ടിരിക്കുന്നു. അതായത് കൃത്യമായിട്ടും തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായിരിക്കുന്ന എന്നാൽ തൊഴിലില്ലാത്ത ഈ വ്യക്തികളുടെ എണ്ണം മുകളിലും ഇവർ രണ്ടുപേരും ഇൻക്ലൂഡ് ചെയ്യുന്ന തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്നവരും എന്നാൽ തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായിരിക്കുന്ന എന്നാൽ ഇപ്പോൾ തൊഴിലില്ലാത്ത അതും കൂടെ ആഡ് ചെയ്ത് താഴെയും വരും, ഡിനോമിനേറ്ററിൽ വരും, ഇൻറ്റു 100. നോക്കിക്കേ, അൺഎംപ്ലോയ്മെൻറ്റ് റേഷ്യോ ഈക്വൽ ടു അൺഎംപ്ലോയിഡ് പീപ്പിൾ ഡിവൈഡഡ് ബൈ ലേബർ ഫോഴ്സ് ഇൻറ്റു 100. ഓക്കെ, സംശയമില്ലല്ലോ. ഇനി പലതരത്തിലുള്ള അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്. നമുക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ പോകുന്ന 1-2 ഉണ്ട്. അത് എന്താണ്? ഒരു സെൻറ്റൻസ് തന്നിട്ട് ഇതാണ് ആ തരത്തിലുള്ള അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞ് തരാം. ഇല്ലെങ്കിൽ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എലിമിനേറ്റ് ചെയ്യാൻ സഹായകരമായിരിക്കും. അതുകൊണ്ട് നമുക്ക് പഠിക്കാം. ഒന്നാമത്തേത് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ പ്രൈം എക്സാമ്പിളാണ് ഇന്ത്യൻ അഗ്രികൾച്ചറൽ സെക്ടർ. അതായത് ആവശ്യത്തിൽ കൂടുതൽ, ഏതാണ്ട് 47% ഇന്ത്യൻ അഗ്രികൾച്ചറൽ സെക്ടറിൽ ഏർപ്പെടുന്ന തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒരു റഫ്ലി 15% അത്രയും ഒക്കെ വരുന്നുള്ളൂ അവരുടെ കോൺട്രിബ്യൂഷൻ. അതായത് ഒത്തിരി ആൾക്കാർ ആവശ്യത്തിൽ കൂടുതൽ ജോലിയിൽ ഏർപ്പെടുന്നുണ്ട്. അതായത് ഓരോ ആൾക്കാരുടെയും മാർജിനൽ പ്രൊഡക്ടിവിറ്റി 0 ആണ്. ഒരു പർട്ടിക്കുലർ ആൾക്കാരെ മാത്രമേ അവിടെ ആവശ്യമുള്ളൂ. അതാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഇറ്റ് ഈസ് എ പ്രൈം ഫീച്ചർ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ.
സെക്കൻഡ് വൺ സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ്. ഇതും അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെടുത്താവുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു പർട്ടിക്കുലർ സീസണിലെ അഗ്രികൾച്ചറിൽ ജോലി ചെയ്യാൻ സ്ഥലമുള്ളൂ. ചിലപ്പോൾ ഡ്രൗട്ടിൻ്റെ കാലത്തോ അല്ലെങ്കിൽ ഭയങ്കര മഴയാണെങ്കിലോ ഈ സമയത്തൊന്നും ചിലപ്പോൾ അഗ്രികൾച്ചർ ലേബർ നമുക്ക് കിട്ടണം എന്നില്ല. അങ്ങനെ സീസണിൻ്റെ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന അതിനെയാണ് നമ്മൾ ജോലി ഇല്ലായ്മയുണ്ടെങ്കിൽ അതിനെ നമ്മൾ സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയും. നെക്സ്റ്റ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് ഇക്കണോമിയുടെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഒരു 1990s മുമ്പ് നമുക്ക് ടെക്നോളജിക്കലി അത്ര അപ്ഗ്രേഡ് അല്ലാത്ത ഇക്കോണമി 1991 ശേഷം ആ ഒരു ലിബറലൈസേഷനൊക്കെ സംഭവിച്ചതിന് ശേഷം ഇക്കോണമിയുടെ സ്ട്രക്ചറേ മാറുകയാണ്. അത് ആ ഒരു സ്ട്രക്ചർ മാറുമ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ജോലിയുടെ സ്വഭാവം മാറുകയാണ്. അത് കാരണം ആ ജോലി ചെയ്യാനുള്ള സ്കിൽസ് ഇല്ലെങ്കിൽ നമ്മൾ ആ തൊഴിൽ മേഖലയിൽ നിന്ന് നമ്മൾ ഔട്ടാവും. അങ്ങനെ ഇക്കോണമിയുടെ സ്ട്രക്ചർ, ഉദാഹരണം ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ വിഭാഗം ആൾക്കാരെ നമുക്ക് പുറത്താക്കേണ്ടി വരും. കാരണം അതുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യാൻ അവർക്ക് കഴിവില്ലായിരിക്കും. അങ്ങനെ ഇക്കോണമിയുടെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുന്നെങ്കിൽ ഇറ്റ് ഈസ് നോൺ എ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ്. നെക്സ്റ്റ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ്. ചിലപ്പോൾ ചോദിക്കാം സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് എ ഫീച്ചർ ഓഫ് വിച്ച് കൈൻഡ് ഓഫ് ഇക്കോണമീസ്. അത് ഡെവലപ്ഡ് ഇക്കോണമീസിൻ്റെ ഫീച്ചറാണ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് എ ഫീച്ചർ ഓഫ് ഡെവലപ്പിംഗ് ഓർ അണ്ടർ ഡെവലപ്ഡ് ഇക്കോണമി. ഓക്കെ, ഇത് മറക്കരുത്. അപ്പോൾ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ക്യാപിറ്റലിസ്റ്റ് എക്കോണമീസിൽ നമ്മൾ ബൂം, റിസഷൻ, ഇങ്ങനെ ഒരു സൈക്കിൾ, ബിസിനസ് സൈക്കിൾ നമ്മൾ ഇങ്ങനെ നിങ്ങൾ ചിലപ്പോൾ ഇക്കോണമിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ബിസിനസ് സൈക്കിൾസ്, ഇവിടെ ബൂമായിരിക്കും, ഇവിടെ ഡിപ്രഷൻ ആയിരിക്കും. ഓക്കെ, ഈ കൈൻഡ് ഓഫ് ഒരു മെക്കാനിസം സംഭവിക്കുന്ന ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിലെ ഫീച്ചറാണ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് ബൂമിൻ്റെ സമയത്ത് ഒത്തിരി ആൾക്കാർക്ക് ജോലി കിട്ടും, എന്നാൽ ഡിപ്രഷൻ്റെയോ റിസഷൻ്റെ സമയത്ത് ഇവരെയൊക്കെ കൂട്ടത്തോടെ പിരിച്ചുവിടേണ്ടതായിട്ടും വരും. ഓക്കെ, നെക്സ്റ്റ് ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ്. നേരത്തെ പറഞ്ഞ ഒരു സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു ഫീച്ചറായിട്ട് നമുക്ക് ഇത് സൂചിപ്പിക്കാം. അതായത് ഇപ്പോൾ നമുക്ക് മുമ്പ് ടൈപ്പ് റൈറ്റേഴ്സ് ആയിരുന്നു, അല്ലെങ്കിൽ മാനുവലി ചെയ്യുന്ന കുറേ ജോലികൾ കമ്പ്യൂട്ടർ വിപ്ലവത്തിൻ്റെ വരവോടുകൂടെ അതെല്ലാം മാറ്റപ്പെട്ടു. ആ ടൈപ്പ് ഓഫ് സ്കിൽസ് ഉള്ള ആൾക്കാരെ നമുക്ക് ആവശ്യമായിട്ട് വന്നു. അത് കാരണം, ആ സ്കില്ലില്ലാത്തത് കാരണം, ടെക്നോളജി സ്കില്ലില്ലാത്തത് കാരണം അൺഎംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ അതിനെ നമുക്ക് ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയാം. നെക്സ്റ്റ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ്. പ്രസൻ്റ്ലി ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലി നമ്മൾ തേടിപ്പോകുന്നതിന് ഇടയ്ക്കുള്ള ഒരു കാലയളവിൽ, ആ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിനെയാണ്, ആ സമയത്ത് നമ്മൾ അൺഎംപ്ലോയ്ഡ് ആയിരിക്കുന്ന അവസ്ഥയാണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ സെർച്ച് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയും. കാരണം നമ്മൾ വേറൊരു ജോലി തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഇത്രയും ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ്, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ്. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിത്തരാം. പിന്നെ അതുപോലെ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് എ ഫീച്ചർ ഓഫ് ഡെവലപ്ഡ് ഓർ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്ന് ഓർമ്മിക്കുക. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് എ ഫീച്ചർ ഓഫ് അണ്ടർ ഡെവലപ്ഡ് ഓർ ഡെവലപ്പിംഗ് ഇക്കോണമീസ് എന്നുള്ളത് ഓർമ്മിക്കുക. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ എക്സാമിൻസിന് ചോദിച്ചു വരുന്നത് WPRൻ്റെ റേഷ്യോ, ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ്റെ റേഷ്യോ എങ്ങനെയാണ്, കൂടുതലാണോ, അത് റൂറൽ ഏരിയയിൽ എങ്ങനെയാണ്, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ആ ജോലി അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എങ്ങനെയാണ്, 1990s ശേഷം എങ്ങനെയാണ് ആ ഒരു ട്രമൻഡസ് ആയിട്ട് ചേഞ്ച് വന്നിട്ടുണ്ടോ. അപ്പോൾ മെയിൻസിനൊക്കെ ഇങ്ങനത്തെ കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യയുടെ ഇക്കണോമിക് സർവേയിൽ തന്നിരിക്കുന്ന ഒരു ടേബിളാണ്. ഏറ്റവും ഒതൻറ്റിക് ആയിട്ട് അവസാനമായിട്ട് അൺഎംപ്ലോയ്മെൻറ്റ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേഷ്യോ ആയിട്ട് ബന്ധപ്പെട്ട കണക്കൊക്കെ നടന്നത് 2020-21 സമയത്താണ്. അപ്പോൾ അതാണ് ഏറ്റവും തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുമ്പോൾ ഏറ്റവും അവസാനത്തെ എല്ലാത്തിലെയും ഈ 2021 എന്ന് പറയുന്ന ഈ ഒരു കോളമാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ആദ്യം തന്നിരിക്കുന്നത് റൂറൽ, പിന്നെ തന്നിരിക്കുന്നത് അർബൻ, പിന്നെ റൂറൽ പ്ലസ് അർബൻ, അതായത് ഓൾ ഇന്ത്യ പിക്ചർ നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് മെയിൽ, ഫീമെയിൽ, പിന്നെ ഒരു ആവറേജ്, രണ്ടിൻ്റെയും ടോട്ടൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് WPR നമ്മൾ എന്താണ്, ഇവിടെ കോളത്തിൽ ആദ്യം LFPR ആണ്, ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ആണ്. നമ്മൾ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു എമൗണ്ട് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഓൾ ഇന്ത്യയിൽ 57.5% ആണ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്. അതായത് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നതും അതുപോലെ ജോലി ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം 57.5% ആണ്. ഇത് റൂറലിൽ എങ്ങനെയാണ്, അർബനിൽ എങ്ങനെയാണെന്ന് നോക്കിയാലോ.
മെന്നിൻ്റെ കാര്യമാണ് നമ്മൾ സംസാരിച്ചത്. ഇപ്പോൾ റൂറലിൽ 57ഉം അർബനിൽ 57.8. അർബനിലാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ജോബ് സീക്ക് ചെയ്യുന്നവരൊക്കെ അർബൻ ഏരിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷനിൽ അങ്ങനത്തെ വ്യക്തികളുടെ സീക്ക് ചെയ്യുന്ന ആൾക്കാരുടെയും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് അർബൻ ഏരിയയിൽ കൂടുതലാണെന്ന് മനസ്സിലാക്കുക. ഇനി ഫീമെയിലിൻ്റെ കേസ് എങ്ങനെയാണ്? ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് 25.1 ആണ്. 25.1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ജോലി ചെയ്യുന്നവരും ജോലി ചെയ്യാൻ താല്പര്യമുള്ള സ്ത്രീകളുടെ എണ്ണം കൂട്ടിയിട്ടാണ് ഈ 25.1 എന്നുള്ളത് മറക്കരുത്. ഇനി ഈ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് അർബൻ ഏരിയയിലാണോ റൂറൽ ഏരിയയിലാണോ കൂടുതൽ നോക്കിക്കേ. റൂറൽ ഏരിയയിലാണ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് കൂടുതൽ. കണ്ടോ, 27.7% റൂറൽ ഏരിയയിലാണ്. അർബൻ ഏരിയയിൽ 18.6% ആണ്. അപ്പോൾ ഈ ഒരു വൈരുദ്ധ്യം മനസ്സിലുണ്ടായിരിക്കണം. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ തരുമ്പോൾ നമുക്ക് റൂറൽ ഏരിയയിലാണല്ലോ അർബൻ ഏരിയയിലാണല്ലോ കൂടുതൽ തൊഴിൽ സാധ്യതയുള്ളത്, അതുകൊണ്ട് അർബൻ കുത്തിയേക്കാം എന്നൊരു വിചാരം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോഴേ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, സ്ത്രീകളുടെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് റൂറൽ ഏരിയയിലാണ് കൂടുതൽ. നിങ്ങളിപ്പോഴും ശ്രദ്ധിച്ചാലറിയാം, റൂറൽ ഏരിയയിൽ കൃഷിപ്പണി എല്ലാ ജോലികളായിട്ട് ചെയ്യുന്ന എൻഗേജ്ഡ് ആയിരിക്കുന്ന സ്ത്രീകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ടോട്ടൽ ഓൾ ഇന്ത്യ പിക്ചർ നോക്കിക്കുക. രണ്ടിൻ്റെയും കൂടെ ആവറേജ് എടുക്കുമ്പോൾ 41.6 ആണ് ഓൾ ഇന്ത്യ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് പറയുന്നത്. അവിടെയും റൂറൽ ഏരിയയിലാണ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ കൂടുതൽ, അർബൻ ഏരിയയിൽ കുറവാണ്. ഓക്കെ, ആ ഒരു കാര്യം ഓർമ്മിക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് കാര്യത്തിലോട്ട് വരാം. നെക്സ്റ്റ് നമ്മൾ WPRനെ പറ്റിയാണ്, വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് മെയിലിൻ്റെത് 54.9% ആണ്. ഇനി അത് റൂറൽ ഏരിയയിലാണോ അർബൻ ഏരിയയിലാണോ കൂടുതൽ? രണ്ടിൻ്റെയും ഏതാണ്ട് ഒരേപോലെ തന്നെ. ഓക്കെ, ഇനി സ്ത്രീകളുടെ കാര്യത്തിലേക്ക് വരാം. വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ഓഫ് ഫീമെയിൽ എത്രയാണ്? 24.2 ആണ്. അതായത് എംപ്ലോയിഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ ഇൻ ടോട്ടൽ പോപ്പുലേഷൻ ഈസ് 24.2%. ഓക്കെ, അത് റൂറൽ ഏരിയയിലാണോ അർബൻ ഏരിയയിലാണോ കൂടുതൽ? റൂറൽ ഏരിയയിൽ 27ഉം അർബൻ ഏരിയയിൽ 17ഉം. അതായത് ഇവിടെയും നമുക്ക് മനസ്സിലാക്കേണ്ടത് റൂറൽ ഏരിയയിലാണ് കൂടുതൽ സ്ത്രീകൾ ജോലി ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഓൾ ഇന്ത്യ പിക്ചർ എങ്ങനെയാണ്? വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഓൾ ഇന്ത്യയിൽ 39.8%. അതായത് ടോട്ടൽ പോപ്പുലേഷൻ എടുക്കുമ്പോൾ 39.8% ആൾക്കാരാണ് ജോലി ചെയ്യുന്നത്. ഓക്കെ, ഇനി അത് റൂറൽ ഏരിയയിലാണോ അർബൻ ഏരിയയിലാണോ? ഇവിടെയും റൂറൽ ഏരിയയിലാണ് കൂടുതൽ. നെക്സ്റ്റ് ഇനി അൺഎംപ്ലോയ്മെൻറ്റ് റേഷ്യോ നമുക്ക് നോക്കാം. അൺഎംപ്ലോയ്മെൻറ്റ് റേഷ്യോ കണ്ടോ, ഓൾ ഇന്ത്യയിൽ 4.2% ആണ്. ഫീമെയിലിൽ ഇത് 3.5%, മെയിലിൽ 4.5%ആണ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്. ഇനി എവിടെയാണ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഏറ്റവും കൂടുതലെന്ന് നോക്കിക്കേ. ഓൾ ഇന്ത്യ ലെവലിൽ 4.2 ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇത് അർബൻ ഏരിയയിൽ 6.7ഉം റൂറൽ ഏരിയയിൽ 3.3 ആണ്. അർബൻ ഏരിയയിലാണ് തൊഴിലില്ലായ്മ കൂടുതൽ, കാരണം റൂറൽ ഏരിയയിൽ നമ്മൾ അൺഓർഗനൈസ്ഡ് സെക്ടറിലൊക്കെ ഒത്തിരി ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഇനി സ്ത്രീകളുടെ കാര്യം എടുത്താൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് 3.5 ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് അർബൻ ഏരിയയിൽ 8.6ഉം റൂറൽ ഏരിയയിൽ 2.1ഉം ആണ്. ഇനി മെയിലിൻ്റെ കാര്യത്തിൽ 4.5 ആണ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്. അത് അർബൻ ഏരിയയിൽ 6.1ഉം മെയിലിൻ്റെ കാര്യത്തിൽ റൂറൽ ഏരിയയിൽ അത് 3.9 ആണ്. അപ്പോൾ എപ്പോഴും ആലോചിക്കുക, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഈസ് ഹയർ ഇൻ അർബൻ ഏരിയാസ്. നെക്സ്റ്റ് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ. ആരാണ് തൊഴിലില്ലായ്മയുമായിട്ട് ബന്ധപ്പെട്ട കണക്കൊക്കെ എടുക്കുന്നത് നമുക്ക് നോക്കണ്ടേ? ഈ ഒരു സർവേയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിച്ച ഈ 3 കാര്യങ്ങളും, ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്, വർക്ക് പാർട്ടിസിപ്പേഷൻ റേറ്റ്, വർക്ക് പോപ്പുലേഷൻ റേറ്റ്, അതുപോലെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഒക്കെ കണക്കിലാക്കുന്നത്. ആരാണ് കണക്കിലാക്കുന്നത്? ഈ ഒരു സർവേ ആക്ച്വലി ഈ ഒരു സർവേയുടെ ഒരു അംബ്രല്ല ആയിട്ടൊരു സർവേയാണ്, കോംപ്രഹെൻസീവ് സർവേയാണ്. ഇത് തുടങ്ങിയത് 2017 ബൈ ദ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഇത് ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ്? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ, മോസ്പിയുടെ കീഴിലാണ്. ദർ ആർ 3 മെഷേഴ്സ് ഓർ എസ്റ്റിമേറ്റ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. ഓക്കെ, ദീസ് ആർ ഡെവലപ്ഡ് ബൈ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. ഈ 3 മെഷേഴ്സ് വേണമെങ്കിൽ ചോദിക്കാം, ഏതൊക്കെ ടൈപ്പ് മെഷേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? യൂഷ്വൽ സ്റ്റേറ്റസ്, ആദ്യത്തെ യൂഷ്വൽ സ്റ്റേറ്റസ് ആണ്. ഇതാണ് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദിസ് മെഷർ എസ്റ്റിമേറ്റ് ദ നമ്പർ ഓഫ് പേഴ്സൺ ഹു റിമൈൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഫോർ എ മേജർ പാർട്ട് ഓഫ് ദ ഇയർ. ദിസ് മെഷർ ഗിവ്സ് ലോവസ്റ്റ് എസ്റ്റിമേറ്റ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് നമ്മളൊരു വ്യക്തിയോട് ചോദിക്കും, കഴിഞ്ഞ വർഷത്തിൽ, കഴിഞ്ഞ ഒരു ഫിനാൻഷ്യൽ ഇയർ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ അവരടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് തൊട്ട് കഴിഞ്ഞ വർഷം വരെ എത്ര ദിവസം നിങ്ങൾക്ക് ജോലി ഉണ്ടായിരുന്നു, എത്ര ദിവസം നിങ്ങൾക്ക് ജോലി ഇല്ലായിരുന്നു. ഇത് ഓൾമോസ്റ്റ് അവർ ഓർമ്മയിൽ നിന്ന് റീകളക്ട് ചെയ്തൊക്കെ പറയും. ഇതാണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് അൺഎംപ്ലോയ്മെൻറ്റ് കാണിക്കുന്ന എസ്റ്റിമേറ്റ്. നെക്സ്റ്റ് വീക്ക്ലി സ്റ്റേറ്റസ്, അതായത് നമ്മൾ അവരോട് ചോദിക്കുന്നു, കഴിഞ്ഞ ഒരാഴ്ചയിൽ നിങ്ങൾക്ക് എത്ര ദിവസം ജോലി ഉണ്ടായിരുന്നു, ജോലിയില്ല എന്നുള്ളതാണ്. നോക്കിക്കേ, ദ എസ്റ്റിമേറ്റ് മെഷേഴ്സ് അൺഎംപ്ലോയ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു 1 വീക്ക്.
ഓരോ വീക്കിലും എത്രയുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. എ പേഴ്സൺ ഈസ് സെഡ് ടു ബി അൺഎംപ്ലോയിഡ് if he is not able to work even for an hour during the survey period. In other words, according to this estimate, a person is said to be unemployed for the week even if he or she is employed only for a day during that week. അതായത് ആ പർട്ടിക്കുലർ വീക്കിൽ ഒരു ദിവസമെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അദ്ദേഹം എംപ്ലോയിഡ് ആയിട്ട് കണക്കാക്കപ്പെടും. ഓക്കെ. Next, current daily status unemployment. It considers the activity status of a person for each day of the preceding 7 days. കടന്നുപോയ ഓരോ 7 ദിവസത്തിലും അദ്ദേഹം എത്ര ദിവസം എംപ്ലോയിഡ് ആയിരുന്നു. അത് മറ്റേ നമ്മൾ വീക്ക്ലി സ്റ്റേറ്റസ് എടുക്കുമ്പോഴത്തേക്കും ഓരോ വീക്കിലും ഒരു ദിവസമെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എംപ്ലോയിഡ് ആണ്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. നോർമലി ഇഫ് എ പേഴ്സൺ വർക്ക്സ് ഫോർ 4 hours or more during a day, he or she is considered employed for the whole day. അപ്പോൾ നമ്മൾ ഈ ദിവസം എത്ര ദിവസം ഒരു പർട്ടിക്കുലർ ദിവസം അടിസ്ഥാനമാക്കിയാണ് അൺഎംപ്ലോയ്മെൻറ്റ് കണക്കിലാക്കുന്നതെങ്കിൽ നമ്മൾ അദ്ദേഹം 4 മണിക്കൂർ അല്ലെങ്കിൽ കൂടുതൽ ഒരു ദിവസം ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത്രയും മണിക്കൂർ എംപ്ലോയിഡ് ആയിരുന്നു നമ്മൾ കണക്കാക്കപ്പെടുന്നു. അതായത് 4 ദിവസത്തിൽ കുറവാണ്, എനിക്ക് 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറേ ഇന്നലെ ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്നലെ ജോലി ചെയ്തതായിട്ട് കണക്കാക്കില്ല ഈ ഒരു എസ്റ്റിമേറ്റ് പ്രകാരം. Okay, the daily status unemployment is considered to be comprehensive measure of unemployment. Okay, ഇതാണ് ഏറ്റവും കോംപ്രഹെൻസീവ് ആയിട്ടുള്ളത്. ഇതാണ് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് അൺഎംപ്ലോയ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. 4 മണിക്കൂറാണ് ഇതിനൊരു ക്രൈറ്റീരിയ. നെക്സ്റ്റ്, ഇപ്പം നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കിയാലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ ട്രൂ ഇൻ ദ കേസ് ഓഫ് റീസെൻറ്റ് ഇന്ത്യൻ ലേബർ മാർക്കറ്റ്? ഓപ്ഷൻ ഒന്ന് നോക്കിക്കേ. ദർ ഹാസ് ബീൻ ട്രെമൻഡസ് ചേഞ്ച് ഇൻ ഇന്ത്യാസ് വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ആഫ്റ്റർ 1999. ഇപ്പോൾ ഈ വാക്കൊന്ന് ഓർമ്മിക്കണം, ട്രെമൻഡസ്. ഫീമെയിൽ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഹാസ് ബീൻ ക്വയറ്റ് ഹൈ ഇൻ ഇന്ത്യ. ഓക്കെ, നമ്മൾ സാധാരണ പറയും ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഭയങ്കര എക്സ്ട്രീം വേർഡ് തന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാകാനാണ് സാധ്യത. ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്ത് ഇത് നമുക്ക് രണ്ടും ശരിയല്ല എന്നുള്ള ഒരു അനുമാനത്തിലെത്താം. ഇനി അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണിത് വളരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് എങ്ങനെ ഉത്തരത്തിലോട്ട് എത്താൻ നോക്കിക്കേ. 1990s ശേഷം ട്രെമൻഡസ് ആയിട്ട് വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേഷ്യോയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ നമുക്ക് അഗ്രികൾച്ചറിൽ ഒത്തിരി കുറയണം, അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഉപജീവനം കഴിക്കുന്നവരെ ഒരു റേഷ്യോ ഭയങ്കരമായിട്ട് കുറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു നമ്പർ അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് ഒത്തിരി കൂടുതലാണെങ്കിൽ നമുക്ക് ഈ ട്രെമൻഡസ് എന്ന വാക്ക് യൂസ് ചെയ്യാമായിരുന്നു. പക്ഷെ അത്രയും ട്രെമൻഡസ് ആയിട്ട് സംഭവിച്ചിട്ടില്ല. നമ്മളത് ഒരു ടേബിൾ വെച്ച് നമുക്ക് നോക്കാം. കണ്ടോ, ഈ ടേബിൾ കണ്ടോ, ഇതിൽ പ്രൈമറി സെക്കൻഡറി ടേഴ്സറി 1951 തൊട്ട് 2000 വരെ, അതായത് ആ ഒരു 1990s ശേഷം ലിബറലൈസേഷൻ ഗ്ലോബലൈസേഷൻ സംഭവിച്ചതിന് ശേഷം എന്താണ് മാറ്റം എന്ന് ഉണ്ട്. അവർ വളരെ ഗ്രാജുവലാണെന്ന് നമുക്ക് കാണാം. 72.1 ആയിരുന്നു 56.7 എത്തിയിട്ടുണ്ട്. ട്രെമൻഡസ് ആണെങ്കിൽ ഈ 72 എന്നുള്ളത് ഒരു 20യോ അല്ലെങ്കിൽ ഈ 1990s ശേഷം ഭയങ്കര ഒത്തിരി സ്റ്റീപ്പായിട്ടത് കുറയണം. അങ്ങനെ സംഭവിച്ചിട്ടില്ല. കണ്ടോ, സെക്കൻഡറി ആയാലും ഒരു ഗ്രാജുവൽ ഗ്രോത്ത്, ടെർഷറി ആയാലും അതുപോലെ ഒരു സ്റ്റീപ്പായിട്ടൊരു ഡിക്രീസോ സ്റ്റീപ്പായിട്ടൊരു ഇൻക്രീസോ സംഭവിച്ചിട്ടില്ല. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് പഠിച്ച വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നോക്കി, ഫീമെയിൽ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഹാസ് ബീൻ ക്വൈറ്റ് ഹൈ ഇൻ ഇന്ത്യ. അങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയണമെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് മറ്റ് രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴായിരിക്കണം, അല്ലെങ്കിൽ മെന്നുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴായിരിക്കണം. അത് രണ്ടും പോസിബിൾ അല്ല. മറ്റ് നമ്മളെപ്പോലെ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈവൻ ആഫ്രിക്കനിലെ ചില നേഷൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോലും ഇന്ത്യയുടെ സ്ത്രീകളുടെ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ പോലും വളരെ ചെറിയ ഒരു പെർസെൻറ്റേജ് മാത്രമാണ്. അപ്പോൾ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റൊക്കെ വളരെ വളരെ കുറവാണ്. ഒന്നുകൂടെ നമുക്ക് ആ ഒരു റേറ്റ് നോക്കാം. ഫീമെയിലിൻ്റെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് 25.1 ആണ്. വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് 24.2 ആണ്. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് 3.5 ആണ്. ഓക്കെ, അപ്പോൾ അത് ഒന്ന് മനസ്സിൽ ഓർമ്മിക്കണം. ഈ ക്വൈറ്റ് ഹൈ എന്ന് പറയുന്നത് തെറ്റാണ്. നെക്സ്റ്റ്, ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് പോളിസീസ്. അപ്പോൾ ഇത് പലതരത്തിലുണ്ട്. അതായത് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ നമുക്ക് പലതരത്തിലുള്ള ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് പോളിസീസ് ഉണ്ട്. ആ സമയത്ത് ജോലി കൊടുക്കുക, ഭക്ഷണം എന്നുള്ള ഒരു ബേസിക് നീഡ്സ് ആണെങ്കിൽ ഇന്ന് കുറച്ചുകൂടെ ആ ഒരു എംപ്ലോയ്മെൻറ്റ് പോളിസിയുടെ പേഴ്സ്പെക്റ്റീവൊക്കെ മാറിയിട്ടുണ്ട്. ഒരു കോംപ്രഹെൻസീവ് ആയിട്ടൊരു ഡെവലപ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ലൈവ്ലിഹുഡ് മൊത്തത്തോടെ ചേഞ്ച് ചെയ്യുക, സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മാറ്റം, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. ആദ്യം തന്നെ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം 1977-78 കാലഘട്ടത്തിലാണ് ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം എന്ന് പറയുന്ന പദ്ധതി ആരംഭിക്കുന്നത്. എന്താണ് ഇവിടെ ലക്ഷ്യം വയ്ക്കുന്നത്?
പ്രൊവൈഡിങ് ഫുഡ് ഗ്രെയിൻസ് ടു ലേബർ, ജോലി ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ ഫുഡ് ഗ്രെയിൻസ് കൊടുക്കുക. Under this program, the government provided work to poor people related to the construction of kacha roads, clearing debris, etc. and gave food grains instead of wages. Wagesന് പകരം food grains കൊടുക്കും. This program later restructured as National Food for Work program in 2001. Okay. അപ്പോൾ ഇതിൽ സാധാരണ ചോദിക്കാൻ സാധ്യതയുള്ളത് ഒന്നുകിൽ ഷോർട്ട് ഫോംസ് തന്നിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ പേര് തന്നിട്ട് വർഷമായിട്ട് മാച്ച് ചെയ്യാൻ പറയും. തീരെ ഡീപ്പായിട്ട് പണ്ടത്തെ പ്രോഗ്രാംസിൽ നിന്ന് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇപ്പോൾ നമുക്ക് വളരെ ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്, MGNRG പോലുള്ള റണ്ണിങ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഡീപ്പായിട്ട് ചോദിക്കുന്നെങ്കിൽ ആ ഭാഗത്ത് നിന്നായിരിക്കും ഡീപ്പായിട്ട് ചോദിക്കുക. ഇവിടെ വളരെ പെരിഫറിയിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത. ഓക്കെ, നെക്സ്റ്റ് ട്രിസം. 1979 ഈ പ്രോഗ്രാം വന്നത്. ട്രിസം സ്റ്റാൻഡ്സ് ഫോർ ട്രെയിനിങ് ടു റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ്, സ്വയം തൊഴിലിന് വേണ്ടിയുള്ള റൂറൽ യൂത്തിനെ സഹായിക്കാനുള്ള പദ്ധതി. ഓക്കെ, ട്രിസം ഈസ് എ സെൻട്രലി സ്പോൺസേർഡ് പ്രോഗ്രാം ദാറ്റ് വാസ് സ്റ്റാർട്ടഡ് ഓൺ 15 ഓഗസ്റ്റ് 1979. അതായത് 1979 ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്നാണ് ഈ പ്രോഗ്രാം ആരംഭിക്കുന്നത്. ദ മെയിൻ objective of this scheme was to provide technical and business expertise to the rural BPL people who are in 18 to 35 age group. മനസ്സിലായല്ലോ, ഇപ്പോഴത്തെ ഒരു സ്കില്ലിൻ്റെയൊക്കെ ഒരു പഴയ വേർഷൻ. ടെക്നിക്കൽ ബിസിനസ് എക്സ്പെർട്ടൈസ് റൂറൽ BPL ഫാമിലിയിലുള്ള ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് കൊടുക്കുക. ട്രിസം എനേബിൾസ് റൂറൽ യങ്സ്റ്റേഴ്സ് ടു ടേക്ക് അപ്പ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ലാർജർ ഫീൽഡ്സ് ഓഫ് agriculture and various allied activity. However, during 9th 5-year plan, this scheme was merged with a mega initiative Swaran Jayanti Gram Swarozgar Yojana എന്ന പ്രോഗ്രാമിലോട്ട് ഇത് സബ്സ്യൂം ചെയ്തു. നെക്സ്റ്റ്, ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം IRDP 1980 ഇത് തുടങ്ങിയത്. ഈ IRDP വാസ് ലോഞ്ച്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡ്യൂറിങ് 1979. ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങിയത് 1980 തൊട്ടാണ്. 1999 വരെ കണ്ടിന്യൂ ചെയ്തു. 19 വർഷം ഉണ്ടായിരുന്നു. ആഫ്റ്റർ ദാറ്റ് IRDP along with the 5 other scheme, നമ്മൾ നേരത്തെ പറഞ്ഞ സ്വരൺ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജനയിൽ IRDPയും തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച ട്രിസും എല്ലാം കൂടെ സബ്സ്യൂം ചെയ്തു. ഇറ്റ് ഈസ് എയിംഡ് അറ്റ് ദ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ദ റൂറൽ പൂർ. റൂറൽ പൂറിന് സ്വയം തൊഴിൽ കൊടുക്കുക എന്നുള്ളതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. നെക്സ്റ്റ്, നാഷണൽ റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം NREP. NREP was launched in NRDP എന്നൊക്കെ പറയും, launched in 1980 with a view to significantly increase employment opportunities in rural area. It was viewed as a major step towards poverty alleviation. അതായിരുന്നു ലക്ഷ്യം. NREP replaced Food for Work program. ഓക്കെ, ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം നമുക്ക് ഉണ്ടായിരുന്നത്, അത് റീപ്ലേസ്ഡ് ആണ് NREP വരുന്നത്. നെക്സ്റ്റ്, റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം RLEGP എന്ന് പറയും. 1983 ഓഗസ്റ്റ് 15 ആ വർഷത്തെ ഇൻഡിപെൻഡൻസ് ഡേക്കാണ് ഇത് ലോഞ്ച് ചെയ്തത്. ജനറേറ്റിംഗ് ഗെയിൻഫുൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ടു ക്രിയേറ്റ് പ്രൊഡക്റ്റീവ് അസറ്റ്സ് ഇൻ റൂറൽ ഏരിയ ആൻഡ് ഓൾസോ ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ഓവറോൾ ക്വാളിറ്റി ഓഫ് ലൈഫ്. ഓക്കെ, ഗെയിൻഫുൾ ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, പ്രൊഡക്റ്റീവായിട്ടുള്ള അസറ്റ് ക്രിയേറ്റ് ചെയ്യുക. എവിടെ? റൂറൽ ഏരിയയിലാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ്, റൂറൽ ലൈഫിൻ്റെ ക്വാളിറ്റി കൂട്ടുക. ഫോർമർ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി ലോഞ്ച്ഡ് ദിസ് പ്രോഗ്രാം ആസ് പാർട്ട് ഓഫ് 6th 5-year പ്ലാൻ. ഓക്കെ, നെക്സ്റ്റ്, സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം ഫോർ ദ അർബൻ പുവർ. ഓക്കെ, 1986 തുടങ്ങിയത്. ഈ പദ്ധതി ഈസ് എ കമ്പോണൻറ്റ് ഓഫ് നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷൻ, NULMൻ്റെ ഒരു കമ്പോണൻ്റ് ആയിരുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് ഓഫ് അർബൻ പുവർ ഫോർ സെറ്റിംഗ് അപ്പ് gainful self-employment ventures, micro enterprises suited to their skills, training, aptitude and local condition. അപ്പോൾ അവർക്ക് അനുയോജ്യമായിട്ടുള്ള സെൽഫ് എംപ്ലോയ്മെൻറ്റ് തുടങ്ങാനുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. നെക്സ്റ്റ്, ജവഹർ റോസ്ഗാർ യോജന അല്ലെങ്കിൽ JRY. JRY തുടങ്ങിയത് 1989 ഏപ്രിൽ 1 ബൈ മെർജിങ് നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം, നമ്മൾ നേരത്തെ പറഞ്ഞ NREP പ്ലസ് നമ്മുടെ നേരത്തെ പറഞ്ഞ RLEGP, ഈ രണ്ട് പദ്ധതികളും 7th 5-year പ്ലാൻസിൻ്റെ സമയത്ത് മെർജ് ചെയ്തിട്ടാണ് ജവഹർ റോസ്ഗാർ യോജന ആരംഭിക്കുന്നത്. നെക്സ്റ്റ്, എംപ്ലോയ്മെൻറ്റ് അഷുറൻസ് സ്കീം അല്ലെങ്കിൽ EAS എന്ന് പറയും. EAS എന്തിനാണ് തുടങ്ങിയത്? 1993 തുടങ്ങിയത്. ടു എൻഹാൻസ് ലൈവ്ലിഹുഡ് സെക്യൂരിറ്റി ഇൻ റൂറൽ ഏരിയാസ് ബൈ പ്രൊവൈഡിങ് അറ്റ്ലീസ്റ്റ് 100 days ഓഫ് ഏജ് എംപ്ലോയ്മെൻറ്റ്. നമ്മുടെ ഇന്നത്തെ MGNRGയുടെ ഒരു ആദ്യ രൂപമാണ് അറ്റ്ലീസ്റ്റ് 100 ദിവസം ജോലി ഉണ്ടായിരിക്കുക ഇൻ എ ഫിനാൻഷ്യൽ ഇയർ ടു അറ്റ്ലീസ്റ്റ് 1 member ഓഫ് എവറി ഹൗസ് ഹോൾഡ്. എല്ലാ വീട്ടിലെയും ഒരു വ്യക്തിക്കെങ്കിലും ഉണ്ടായിരിക്കുക. അഡൽട്ട് മെമ്പേഴ്സ് വോളണ്ടിയർ ടു ഡു അൺസ്കിൽഡ് മാനുവൽ വർക്ക്. ഓക്കെ, നെക്സ്റ്റ്, അണ്ടർ എംപ്ലോയ്മെൻറ്റ് അഷുറൻസ് സ്കീം EASൽ 1/3 ഓഫ് ദി ജോബ്സ് ആർ മെയ്ഡ് അവൈലബിൾ ഫോർ വിമൻ. കൂടുതലും സ്ത്രീകൾക്ക് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളതാണ് ലക്ഷ്യം.
നെക്സ്റ്റ് നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് സ്കീം സ്വരൺ ജയന്തി സഹകാരി റോസ്ഗാർ യോജന 1999 തുടങ്ങിയത്. മിനിസ്റ്റർ ഓഫ് റൂറൽ ഡെവലപ്മെൻ്റ് ആണ്. ഇതുവരെയുള്ളതൊക്കെ നമുക്ക് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ആണെങ്കിൽ ഇത് റൂറൽ ഡെവലപ്മെൻ്റ് ആണ് തുടങ്ങിയതെന്ന് ഓർമ്മിക്കുക. ഇറ്റ് ഇസ് എ ഹോളിസ്റ്റിക് സ്കീം കവറിംഗ് ഓൾ ആസ്പെക്ട് ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് സച്ച് എസ് ഓർഗനൈസേഷൻ ഓഫ് പുവർ ഇൻറ്റു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, ട്രെയിനിങ്, ക്രെഡിറ്റ്, ടെക്നോളജി, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് മാർക്കറ്റിംഗ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തൊരു പ്രോഗ്രാമാണ്. ദ സ്കീം ഈസ് ഫണ്ടഡ് ബൈ ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഡിസ്ട്രിക്ട് റൂറൽ ഡെവലപ്മെൻറ്റ് ഏജൻസീസ് ഇവരെല്ലാമാണ് ഇത് ഫണ്ട് ചെയ്യുന്നത്. ഓക്കെ, സ്വരൺ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന ഏതൊക്കെ പ്രോഗ്രാം സബ്സ്യൂം ചെയ്തിട്ടാണ്? IRDP, ട്രിസം, DWCR അതായത് ഡെവലപ്മെൻറ്റ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ റൂറൽ ഏരിയാസ്, സപ്ലൈ ഓഫ് ഇംപ്രൂവ്ഡ് ടൂൾ കിറ്റ്സ് ടു റൂറൽ ആർട്ടിസൻസ്, സിത്ര എന്ന് പറഞ്ഞ പ്രോഗ്രാം, ഗംഗാ കല്യാൺ യോജന, മില്യൺ വെൽ സ്കീം എല്ലാം കൂടെ കോംപ്രഹെൻസീവായിട്ട് ഇതിൻ്റെ കീഴിലേക്ക് സബ്സ്യൂം ചെയ്തൊരു പ്രോഗ്രാമാണിത്. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലോഞ്ച്ഡ് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന SGRY ഓൺ September 2001 തുടങ്ങിയത്. ബൈ മെർജിങ് ഓൺഗോയിങ് സ്കീംസ് EAS എംപ്ലോയ്മെൻറ്റ് അഷുറൻസ് സ്കീമും ജവഹർ ഗ്രാം സമൃദ്ധി യോജന എന്ന് പറഞ്ഞ 2 പദ്ധതികൾ ഒരുമിച്ചിട്ടാണ് ഈ പദ്ധതി തുടങ്ങുന്നത്. SGRY വാസ് ലോഞ്ച് ടു പ്രൊവൈഡ് ഫുഡ് ആൻഡ് പ്രോഫിറ്റബിൾ എംപ്ലോയ്മെൻറ്റ് ടു റൂറൽ പുവർ. Under SGRY scheme, the government gives wages and food grains to individuals below poverty line. രണ്ടും കൊടുക്കും, വേജും കൊടുക്കും, ഫുഡ് ഗ്രെയിനും കൊടുക്കും. ഓക്കെ, അതും BPL ഫാമിലിയിലുള്ള മെമ്പേഴ്സിന്. At present, the SGRY scheme has been merged with National Rural Employment Guarantee Act. സിൻസ് February 2006 ഇതിപ്പോൾ അറിയപ്പെടുന്നത് MGNRG. അപ്പോൾ ഈ പദ്ധതി സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന നമ്മുടെ ഇപ്പോഴത്തെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ സബ്സ്യൂം ചെയ്തു. നെക്സ്റ്റ് നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം. നമ്മുടെ FFW പേര് മാറ്റി വീണ്ടും അതിനെ മാറ്റി 2004 ഈ ഒരു രൂപത്തിലെത്തിച്ചു. ഇറ്റ് വാസ് ലോഞ്ച് ഇൻ 150 ബാക്ക്വേർഡ് ഡിസ്ട്രിക്റ്റ് ഓഫ് ഇന്ത്യ ഓൺ 14th November 2004. 2014 ശിശുദിനത്തിനാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. 2004 ശിശുദിനത്തിന്. ഇറ്റ്സ് ഒബ്ജക്റ്റീവ് വാസ് ടു ജനറേറ്റ് സപ്ലിമെൻ്ററി വേജ് എംപ്ലോയ്മെൻറ്റ്. ഓൾറെഡി എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ സപ്ലിമെൻ്ററി ആയിട്ടൊരു ജോലി കൂടെ. എബൌട്ട് 20 crore and 20 lakh metric ton of food grains were allocated for this program. ടിൽ ദിസ് ടൈം ഇത്രയും അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. നെക്സ്റ്റ് പ്രധാനമന്ത്രി റോസ്ഗാർ പ്രോത്സാഹൻ യോജന PMRPY. ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് മിനിസ്ട്രിയാണ് ഇത് കൊണ്ടുവന്നത്. ഇറ്റ് വാസ് ലോഞ്ച് വിത്ത് എഫക്ട് ഓൺ 2016 തൊട്ടാണ് ലോഞ്ച് ചെയ്തത്. ടു ഇൻസെൻറ്റിവൈസ് എംപ്ലോയേഴ്സ് ഫോർ ക്രിയേഷൻ ഓഫ് ന്യൂ എംപ്ലോയ്മെൻറ്റ്. പലരും പുതിയ ആൾക്കാരെ എടുക്കാനായിട്ട് മടിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്നതാണ്. പുതിയ എത്രത്തോളം ജോലി കൊടുക്കുന്നുണ്ട്, എത്ര ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട്, അതിന് അത്രയും പേർക്കുള്ളൊരു ഇൻസെൻറ്റീവ് ആയിട്ട് എംപ്ലോയറിന് കൊടുക്കും. അതെങ്ങനെയാണെന്ന് നോക്കിക്കേ. ഇറ്റ് എയിംസ് ടു ഇൻസെൻറ്റിവൈസ് എംപ്ലോയേഴ്സ് ഫോർ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ബൈ ദ ഗവൺമെൻറ് പേയിങ് ഫുൾ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ. അതായത് എംപ്ലോയർ കുറച്ച് കോൺട്രിബ്യൂഷൻ ഇടുമല്ലോ പെൻഷന് വേണ്ടി, അത് 12% ഗവൺമെൻറ് കൊടുക്കും. പുതിയ ഒരു എംപ്ലോയി എടുത്താൽ എത്ര കാലത്തേക്ക്? 3 വർഷത്തേക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന ABRY. ലേബർ എംപ്ലോയ്മെൻറ്റ് മിനിസ്ട്രിയാണ് കൊണ്ടുവന്നത്. 2020 October 1 ഇത് കൊണ്ടുവന്നത്. ആ സമയം ഓർമ്മയുണ്ടല്ലോ, കോവിഡിൻ്റെ കാലഘട്ടമായിരുന്നു. ആസ് പാർട്ട് ഓഫ് ആത്മനിർഭർ ഭാരത് പാക്കേജ് 3.0 ടു ഇൻസെൻറ്റിവൈസ് എംപ്ലോയേഴ്സ് ഫോർ ക്രിയേഷൻ ഓഫ് ന്യൂ എംപ്ലോയ്മെൻറ്റ് അലോങ് വിത്ത് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് ആൻഡ് റീസ്റ്റോറേഷൻ ഓഫ് ലോസ് എംപ്ലോയ്മെൻറ്റ് ഡ്യൂറിങ് COVID-19 പാൻഡമിക്. COVID-19 പാൻഡമിക്കിൻ്റെ സമയത്ത് ഒത്തിരി അൺഓർഗനൈസ്ഡ് സെക്ടറിലെയും ഇൻഡസ്ട്രിയിലെയും ഒത്തിരി ആൾക്കാരെ പിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ജോലികളിൽ നിന്ന് അവരെ തിരിച്ചെടുക്കാനും അതുപോലെ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റിലോട്ട് കുറച്ച് കാര്യങ്ങൾ ഗവൺമെൻറ് കൂടെ സഹായിക്കും. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇറ്റ് പ്രൊവൈഡ് സബ്സിഡി ഫോർ പ്രോവിഡൻറ്റ് ഫണ്ട് കോൺട്രിബ്യൂഷൻ ഫോർ ആഡിങ് ന്യൂ എംപ്ലോയീസ് ടു ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് രജിസ്റ്റേർഡ് വിത്ത് EPFO എംപ്ലോയീസ് പ്രോവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷനോട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് അതിലുള്ള എംപ്ലോയേഴ്സിന് നേരത്തെ പറഞ്ഞ നമ്മുടെ പെൻഷനിലെ കോൺട്രിബ്യൂഷൻ എംപ്ലോയർ ഇടേണ്ട കോൺട്രിബ്യൂഷൻ എംപ്ലോയർക്ക് പകരം ഗവൺമെൻറ് ഇടും. ഓക്കെ, ഓർഗനൈസേഷൻ അപ് ടു 1000 എംപ്ലോയീസ് ആണെങ്കിൽ എംപ്ലോയീസിൻ്റെ കോൺട്രിബ്യൂഷൻ 12% കിട്ടും. അതുപോലെ തന്നെ എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷനും കിട്ടും. അങ്ങനെ മൊത്തം 24% കിട്ടുന്നത് ഗവൺമെൻറ് ഇടുന്നത് കോൺട്രിബ്യൂഷൻ 2 വർഷത്തേക്ക് ഇടും. എംപ്ലോയേഴ്സ് വിത്ത് ഓവർ 1000 എംപ്ലോയീസ് വിൽ ഗെറ്റ് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ 12% ഫോർ 2 years. നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. ഓക്കെ, നാഷണൽ കരിയർ സർവീസ് പ്രോജക്റ്റ് മിനിസ്റ്റർ ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റിൻ്റെയാണ്. ഇറ്റ് എയിംസ് ടു പ്രൊവൈഡ് എ വെറൈറ്റി ഓഫ് കരിയർ റിലേറ്റഡ് സർവീസസ് ലൈക്ക് ജോബ് മാച്ചിങ്, കരിയർ കൗൺസിലിംഗ്, വൊക്കേഷണൽ ഗൈഡൻസ്, ഇൻഫർമേഷൻ ഓൺ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സസ്, അപ്രന്റീസ്ഷിപ്പ്, ഇൻറ്റേൺഷിപ്പ് എക്സെട്ര ഇതെല്ലാം കൊടുക്കുന്ന ഒരു പോർട്ടലാണ്. ഓക്കെ, ദിസ് പ്രോജക്റ്റ് കൺസിസ്റ്റ് ഓഫ് 3 ഇമ്പോർട്ടൻറ്റ് കമ്പണൻസ്. ഒന്ന് NCS പോർട്ടൽ, നാഷണൽ കരിയർ സർവീസ് പോർട്ടലുണ്ട്. അതുപോലെ മോഡൽ കരിയർ സെൻറ്റേഴ്സ് ഉണ്ട്. ഇൻ്റർലിങ്കിങ് ഓഫ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്. ഓക്കെ,
ഈ 3 കമ്പണൻസ് ആണ് ഈ പ്രോജക്റ്റിൻ്റെ കീഴിലുള്ളത്. നെക്സ്റ്റ്, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അഭയാൻ. ഓക്കെ, മിനിസ്റ്റർ ഓഫ് റൂറൽ ഡെവലപ്മെൻ്റ് ആണ്, എംപ്ലോയ്മെൻ്റ് അല്ല. It is a 125-day അഭിയാൻ launched 2020 ജൂണിലാണ് ആരംഭിക്കുന്നത് വിത്ത് എ മിഷൻ ടു അഡ്രസ് ഇഷ്യൂസ് ഓഫ് റിട്ടേണിംഗ് മൈഗ്രൻറ്റ് വർക്കേഴ്സ്. അതായത് പല സംസ്ഥാനങ്ങളിൽ നിന്ന് കോവിഡിൻ്റെ സമയത്ത് തിരിച്ച് അവരവരുടെ നാടുകളിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട്, ഇന്ത്യയുടെ നോർത്തേൺ ഭാഗത്തൊക്കെ. ആൻഡ് സിമിലർലി അഫക്റ്റഡ് റൂറൽ പോപ്പുലേഷൻ ബൈ COVID-19 പാൻഡമിക് ത്രൂ എ മൾട്ടി-പ്രോങ്ഡ് സ്ട്രാറ്റജി of providing immediate employment and livelihood opportunities to the distressed, to saturate the villages with public infrastructure and creation of livelihood assets to boost the income generation activity and enhance long-term livelihood opportunity. അപ്പോൾ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഒരു പർട്ടിക്കുലർ റൂറൽ ഏരിയയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, വില്ലേജസിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അനുബന്ധമായി ജോലികൾ ക്രിയേറ്റ് ചെയ്യപ്പെടുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇവർക്ക് ജോലി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ആജീവിക അല്ലെങ്കിൽ നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ 2011 തുടങ്ങിയ ഒരു പദ്ധതിയാണ് റൂറൽ ഡെവലപ്മെൻറ്റ് മിനിസ്ട്രിയുടെ കീഴിൽ. എയ്ഡഡ് ഇൻ പാർട്ട് ത്രൂ ഇൻവെസ്റ്റ്മെൻറ്റ് സപ്പോർട്ട് ബൈ വേൾഡ് ബാങ്കിൻ്റെ ഒരു സഹായമുണ്ട്. ദ മിഷൻ എയിംസ് അറ്റ് ക്രിയേറ്റിംഗ് എഫിഷ്യൻറ്റ് ആൻഡ് ഇഫക്റ്റീവ് institutional platforms for rural poor, enabling them to increase household income through sustainable livelihood enhancement and improved access to financial services. ഹൗസ് ഹോൾഡ് ഇൻകം കൂട്ടാനും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സർവീസിലോട്ടുള്ള ആക്സസ് വർദ്ധിപ്പിക്കാനും ഈ പദ്ധതി സഹായിക്കും. നെക്സ്റ്റ്, പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല്യ യോജന DDU-GKY മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻ്റ് ആണ് ആരംഭിച്ചത്. ഇറ്റ് ഈസ് എ പ്ലേസ്മെൻറ്റ് ലിങ്ക്ഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. സ്കില്ല് നമ്മൾ നേടിക്കഴിഞ്ഞാൽ അത് നമുക്ക് പ്ലേസ്മെൻറ്റും കിട്ടും. ഫോർ റൂറൽ പുവർ യൂത്ത് അണ്ടർ നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ സിൻസ് 2014 തുടങ്ങിയതാണ്. റൂറൽ യൂത്തിൻ്റെ ഏജ് ഗ്രൂപ്പ് 15 to 35 years are covered under this scheme. Component of NRLM, which is a placement linked scheme, സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഫോർ, നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. അതായത് സ്കില്ല് കൊടുക്കുക ആർക്കാണ് 15 to 35 years ഉള്ള കുട്ടികൾക്കാണ്, യൂത്ത് പോപ്പുലേഷനാണ്. ഇത് NRLMൻ്റെ ഒരു കമ്പണൻ്റ് ആണ്. സ്കില്ല് നേടിക്കഴിഞ്ഞാൽ നമുക്ക് പ്ലേസ്മെൻറ്റും ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, റൂറൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് RSETI. ഇത് റൂറൽ ഡെവലപ്മെൻറ്റ് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഇറ്റ് എയിംസ് ടു ഹാവ് dedicated infrastructure in each district of the country to impart training and skill upgradation of rural youth geared towards entrepreneurship development. ഓണ്ടർപ്രണർഷിപ്പ് ഉണ്ടാകാൻ വേണ്ടി എന്താണ്, കുറച്ച് പർട്ടിക്കുലർ സ്കിൽസ് വേണം അല്ലേ. അപ്പോൾ ആ സ്കില്ല് ഇമ്പാർട്ട് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് തുറക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. RSETI are managed by banks with active cooperation from the Government of India and state governments. ഓക്കെ, ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പദ്ധതി പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ്, PM സ്വനിധി സ്കീം. ഇതും കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയതാണ്. മിനിസ്റ്റർ ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണ്. പ്രൈം മിനിസ്റ്റർ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി എന്നുള്ളതാണ് ഫുൾ ഫോം. ചിലപ്പോൾ ഫുൾ ഫോം ചോദിക്കാം കേട്ടോ. 2020 ജൂൺ 1 തുടങ്ങിയത്. ടു പ്രൊവൈഡ് കൊളാറ്ററൽ ഫ്രീ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ ടു സ്ട്രീറ്റ് വെൻഡേഴ്സ് വെൻഡിങ് ഇൻ അർബൻ ഏരിയാസ് ടു റെസ്യൂം ദെയർ ബിസിനസ്സസ് വിച്ച് വെർ അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ഡ്യൂ ടു COVID-19 ഇൻഡ്യൂസ്ഡ് ലോക്ക്ഡൗൺ. ഇപ്പോൾ ലോക്ക്ഡൗൺ കാരണം ഈ വഴിയോര കച്ചവടക്കാർ, പട്ടണത്തിലുള്ള വഴിയോര കച്ചവടക്കാരുടെ ജോലി മുടങ്ങി. അപ്പോൾ അവർക്ക് അവരുടെ കച്ചവടം ഒന്ന് ഇമ്പ്രൂവ് ആക്കി എടുക്കാനാണ് ഈ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. ആദ്യം ഇനിഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്നോണം 10,000 രൂപ കൊടുക്കും. കറക്റ്റായിട്ട് ലോൺ റീപേ ചെയ്യുകയാണെങ്കിൽ 7% സബ്സിഡിയും കിട്ടുന്നതാണ്. നെക്സ്റ്റ്, ദീൻ ദയാൽ അന്ത്യോദയ യോജന നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷൻ DAYNULM മിനിസ്റ്റർ ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണ്. ഇതുവരെ പഠിച്ചതിൽ നിന്ന് ഡിഫറൻ്റ് ആണ്. മിനിസ്റ്റർ ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണ് ഇത് തുടങ്ങിയത്. ടു റെഡ്യൂസ് പോവർട്ടി ആൻഡ് വൾണറബിലിറ്റി ഓഫ് അർബൻ പുവർ households by enabling them to access gainful self-employment and skilled wage employment opportunities, resulting in appreciable improvement in their livelihoods on a sustainable basis through building a strong grassroots level institutions of the poor. അർബൻ ഏരിയയിലുള്ള പുവർ പീപ്പിളിനെ അവരെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ദ മിഷൻ വുഡ് എയിം അറ്റ് പ്രൊവൈഡിങ് ഷെൽട്ടേഴ്സ് എക്വിപ്ഡ് വിത്ത് എസെൻഷ്യൽ സർവീസസ് ടു ദ അർബൻ ഹോംലെസ് ഇൻ ഫേസ്ഡ് മാനർ. ഈ ഒരു ലക്ഷ്യം കൂടെ ഉണ്ട്. നെക്സ്റ്റ്, പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം PMEGP മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് മിനിസ്ട്രിയാണ് നടപ്പിലാക്കുന്നത്. Prime Minister's Employment Generation Program, which is a major credit-linked subsidy program aimed at generating self-employment opportunities through establishment of micro-enterprises in the non-farm sector by providing traditional artisans and unemployed youth. Okay, അപ്പോൾ അവർക്ക് ചെറിയ ഒരു എൻ്റർപ്രൈസസ് തുടങ്ങാൻ വേണ്ടിയുള്ള
ക്രെഡിറ്റ് കൊടുക്കും. ആ ക്രെഡിറ്റ് കറക്റ്റായിട്ട് അടയ്ക്കുകയാണെങ്കിൽ, ലോൺ കറക്റ്റായിട്ട് റീപേ ചെയ്യുകയാണെങ്കിൽ സബ്സിഡിയും ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, ഈ ശ്രം പോർട്ടൽ എന്ന് പറയുന്നത് എന്തിനാണ് കൊണ്ടുവന്നതെന്ന് ചിലപ്പോൾ ചോദിക്കാം. മിനിസ്റ്റർ ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻ്റ് ആണ് കൊണ്ടുവന്നത്. ഹാസ് ഡെവലപ്ഡ് ഈ ശ്രം പോർട്ടൽ ഫോർ ക്രിയേറ്റിംഗ് നാഷണൽ ഡേറ്റാബേസ് ഫോർ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്. നമുക്ക് അൺഓർഗനൈസ്ഡ് വർക്കേഴ്സാണ് ഓൾമോസ്റ്റ് ഇന്ത്യയിൽ 90% വർക്ക് ഫോഴ്സിൻ്റെ പാർട്ടായിട്ട് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് ഇല്ല, ഇവരുടെ ഡേറ്റ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഈ ഇഷ്യൂസൊക്കെ പരിഹരിക്കാൻ എത്രത്തോളം ആൾക്കാരാണ് അൺഓർഗനൈസ്ഡ് സെക്ടറിൽ, അവർ ഏത് ടൈപ്പ് ഓഫ് ജോലിയാണ് ചെയ്യുന്നതെന്ന് ഗവൺമെൻറ്റിന് അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഇങ്ങനെയൊരു പോർട്ടൽ കൊണ്ടുവന്നത്. വിച്ച് ഈസ് വെരിഫൈഡ് വിത്ത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇറ്റ് ക്യാപ്ചേഴ്സ് ഡീറ്റെയിൽ ഓഫ് വർക്കേഴ്സ് ലൈക്ക് നെയിം, ഒക്കുപ്പേഷൻ, അഡ്രസ്, ഒക്കുപ്പേഷൻ ടൈപ്പ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, സ്കിൽ ടൈപ്പ് എക്സെട്ര. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. നെക്സ്റ്റ്, ലേബർ കോഡ്. നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് മുതലേയുള്ള അതിന് മുമ്പേയൊക്കെയുള്ള പല തൊഴിൽ നിയമങ്ങൾ നിലവിലുണ്ടായിരുന്നു. പലതും കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരേ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നിലധികം നിയമങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതിനെല്ലാം ഒരുമിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ലേബർ കോഡ്സ് നിലവിൽ വരുന്നത്. ഓക്കെ, ഒരെണ്ണം 2019 ബാക്കി 3 2020. മൊത്തം 4 ലേബർ കോഡ്സാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യത ഇതിലുള്ള ചില പുതുതായിട്ട് കൊണ്ടുവന്ന കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലേബർ കോഡ് തന്നിട്ട് അതിനുള്ളിൽ എന്തൊക്കെ വരും എന്ന് ചോദിക്കാം, വന്ന വർഷം ചോദിക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. കോഡ് ഓൺ വേജസ് ആണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വേജ് ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ കൊടുക്കുക, മാന്യമായിട്ടുള്ള അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വേജ് കൊടുക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു ആ ഒരു തോട്ട് പ്രകാരമുള്ള ലക്ഷ്യം തന്നെയാണ് 2019 നിലവിൽ വരുന്നത്. ഇറ്റ് അപ്ലൈസ് ടു ഓൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ടു ഓൾ എംപ്ലോയീസ് ഇൻ ബോത്ത് ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ. ഈ കൊണ്ടുവന്ന എല്ലാ ലേബർ കോഡ്സിനും അൺഓർഗനൈസ്ഡ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് അവരെ ഓർഗനൈസ്ഡ് സെക്ടറിൻ്റെ ഭാഗമാക്കുക എന്നൊരു വലിയ ലക്ഷ്യമുണ്ട്. ഓക്കെ, നമ്മുടെ ഡെവലപ്നെസ് അച്ചീവ് ചെയ്യുന്നതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അവരെ കൂടെ ചേർത്ത് നിർത്തുക എന്നുള്ളത്. അപ്പോൾ അവർക്കും കൂടെ മാന്യമായിട്ടൊരു വേതനം ലഭിക്കുക എന്നുള്ളൊരു ലക്ഷ്യം അച്ചീവ് ചെയ്യണമെങ്കിൽ അവരെ കൂടെ അൺഓർഗനൈസ്ഡ് സെക്ടറിനെ കൂടെ ലോസിൻ്റെ കീഴിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അങ്ങനെ എല്ലാത്തരം ലേബറേഴ്സിനെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്, അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇറ്റ് എൻവിസേജസ് യൂണിഫോം ആപ്ലിക്കബിലിറ്റി ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് ടൈംലി പേയ്മെൻറ്റ് ഓഫ് വേജസ് ആൻഡ് മിനിമം വേജസ് ടു all employees and bonus payments in all employments where any industry business ഏത് ഇൻഡസ്ട്രി ആയിക്കോട്ടെ ടൈംലി പേയ്മെൻറ്റ് കൊടുക്കണം. വേജസ്, മിനിമം വേജസ്, ഗവൺമെൻറ് നിശ്ചയിക്കുന്ന മിനിമം വേജസ് കൊടുത്തിരിക്കണം. ബോണസ് പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. ഇതൊക്കെയാണ് ലക്ഷ്യം. ഇറ്റ് ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് ഫ്ലോർ വേജ്. ഒരു ഫ്ലോർ വേജ്, അടിസ്ഥാന വേജ്, ഒരു നിരക്ക് അത് കൊണ്ടുവന്നു. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കിടപ്പുണ്ട്. അതായത് ഇത് ആരാണ് നിശ്ചയിക്കുന്നത്? സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് നിശ്ചയിക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കരുത്. സെൻട്രൽ ഗവൺമെൻറ്റാണ് ഈ ഫ്ലോർ വേജ് നിശ്ചയിക്കുന്നത്. ഇത് പ്രകാരം സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഫിക്സ് ചെയ്യുന്നത് മിനിമം വേജ്. ഓക്കെ, ഫ്ലോർ വേജ് നിശ്ചയിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് ക്യാൻ അണ്ടർ നോ സർക്കംസ്റ്റാൻസസ് ഫിക്സ് എ മിനിമം വേജ് ലോവർ ദാൻ ഫ്ലോർ വേജ്. സെൻട്രൽ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫ്ലോർ വേജ്, ഇപ്പം ഇന്ന ജോലിക്ക് ഇന്നതാണ് ഫ്ലോർ വേജ്, അടിസ്ഥാന ഒരു നിരക്ക്, അതിൽ കുറഞ്ഞ് ഫിക്സ് ചെയ്യാൻ പാടില്ല. അപ്പോൾ മിനിമം വേജ് ഫിക്സ് ചെയ്യുന്ന സ്റ്റേറ്റും ഫ്ലോർ വേജ് ഫിക്സ് ചെയ്യുന്നത് സെൻറ്ററുമാണ്. ഓക്കെ, ഇനി അത് ആരും ആയിക്കോട്ടെ, ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് കീഴിലുള്ള പദ്ധതികൾക്കുള്ള അല്ലെങ്കിൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട മിനിമം വേജസ് ആണെങ്കിൽ അതും ഇനി സ്റ്റേറ്റ് ഗവൺമെൻറ് ഫിക്സ് ചെയ്യാൻ പോകുന്നതാണെങ്കിൽ ഫ്ലോർ വേജിൻ്റെ താഴെ പോകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ്, വൈൽ ഫിക്സിംഗ് ദ മിനിമം വേജസ് ഗവൺമെൻറ് ഷുഡ് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ ഡിഫിക്കൽട്ടി ഓഫ് വർക്കേഴ്സ് സ്കിൽ. അപ്പോൾ അത് ഒരു പ്രധാനമാണല്ലോ. ജോലിയുടെ ഒരു ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പരിഗണിക്കണം ജോലിക്കുള്ള വേതനം കൊടുക്കുമ്പോൾ. നെക്സ്റ്റ്, സ്കിൽ ലെവൽ, വർക്കേഴ്സ് എത്രത്തോളം സ്കിൽഡ് ആണെന്നുള്ളത് പരിഗണിക്കണം. ദ കോഡ് പ്രൊഹിബിറ്റ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. വേജിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് കോഡ് പറയുന്നുണ്ട്. ഓക്കെ, അതായത് സിമിലർ സ്കില്ല് ഉള്ള സിമിലർ എഫേർട്ട് വേണ്ട ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഒരുപോലെ പേ ചെയ്യണം എന്നാണ് ലേബർ കോഡ് പറയുന്നത്. നെക്സ്റ്റ്, ഈ വേജിന് ഉള്ളിൽ ബോണസോ അല്ലെങ്കിൽ ട്രാവലിംഗ് അലവൻസോ വരുന്നില്ല. നെക്സ്റ്റ്, നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സ് വിൽ ബി ഫിക്സ്ഡ് ബൈ ദ സെൻറ്റർ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. രണ്ടുപേരിൽ ആർക്കെങ്കിലും ഫിക്സ് ചെയ്യാം. ഇൻ ദ കേസ് ഓഫ് ഓവർ ടൈം വർക്ക്, ഓവർ ടൈം ആണ് ഇനി പണിയെടുക്കുന്നത്. വൈകുന്നേരം 5 മണിക്ക് ശേഷം അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രി, ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രി ഇപ്പോൾ വൈകുന്നേരം 8 മണി അല്ലെങ്കിൽ 6 മണി എന്താണ് ഫിക്സ് ചെയ്യുന്നത്, അതിന് ശേഷം ഓവർ ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ദ വർക്കർ ഈസ് എൻറ്റൈൽഡ് ടു ദ ഓവർ ടൈം കോമ്പൻസേഷൻ വിച്ച് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ട്വൈസ് ദ സ്റ്റാൻഡേർഡ് വർക്ക്. മിനിമം സ്റ്റാൻഡേർഡ് വർക്ക് ജോലി ചെയ്യേണ്ട സമയത്ത് ജോലി ചെയ്യുന്ന അതിന് കിട്ടുന്ന നിരക്കിൻ്റെ ഡബിൾ കൊടുക്കണം, 2 ഇരട്ടി വേതനം കൊടുക്കണം.
Next, the employer can fix wage period as either daily, weekly, fortnightly, monthly. ഏത് വേണമെങ്കിലും ഇപ്പോൾ ഡെയിലി വേജ് കൊടുക്കാം, 2 ആഴ്ചയിലൊരിക്കൽ വേജ് കൊടുക്കാം, ആഴ്ചയിൽ കൊടുക്കാം, മാസത്തിലേക്ക് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അഡ്വൈസറി ബോർഡ്സ് വിൽ ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് വിച്ച് വിൽ അഡ്വൈസ് ദ ഗവൺമെൻറ് ഓൺ മിനിമം വേജ് ഫിക്സിംഗ് ഇൻക്രീസിങ് എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, വിമൻ്റെ കാര്യത്തിലായാലും ഒരു അഡ്വൈസറി ബോർഡ് ഉണ്ടായിരിക്കണം വേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഗവൺമെൻറ്റിന് നിർദ്ദേശം കൊടുക്കാൻ. ദ കോഡ് സ്പെസിഫൈസ് പെനാൽറ്റി ഓർ ഒഫൻസസ്. ഓക്കെ, ഒഫൻസസ് കൊടുക്കുന്നുണ്ട്. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മിനിമം വേജിനേക്കാളും കുറച്ചാണ് കൊടുക്കുന്നതെങ്കിൽ മാക്സിമം കിട്ടാൻ പോകുന്ന 3 മാസം ഇംപ്രിസൺമെൻറ്റും എലോങ് വിത്ത് 1,00,000 രൂപ ഫൈനും ഒക്കെ കിട്ടും. നെക്സ്റ്റ്, ഒക്കുപ്പേഷണൽ സേഫ്റ്റി, ഹെൽത്ത്, വർക്കിംഗ് കണ്ടീഷൻ കോഡ് എക്സെട്ര. നമുക്ക് വിചാരിക്കുന്ന പോലെ എപ്പോഴും ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന വർക്ക് പോലെ അല്ലല്ലോ. വലിയ വലിയ ഇൻഡസ്ട്രീസ്, വലിയ വലിയ മെഷീനറീസുമായിട്ട് കൈകാര്യം ചെയ്യുന്ന ജോലിക്കാരുണ്ടായിരിക്കും. അവരുടെ ശരീരഭാഗങ്ങളൊക്കെ അതിനുള്ളിൽ പെട്ടാൽ തന്നെ അപകടം. അങ്ങനെ എന്താണ്, അല്ലെങ്കിൽ ഇനി മൈനിങ് പോലെ ഖനികളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ റാറ്റ് ഹൗൾ മൈനിങ് ഒക്കെ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ ഏരിയയിലുണ്ട്. അതിനുള്ളിലോട്ടൊക്കെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ബോഡി പോലും ഡികമ്പോസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിൽ പോയിട്ടേ കിട്ടുള്ളൂ. അങ്ങനെ ഒക്കുപ്പേഷണൽ സേഫ്റ്റി ആയിട്ട് അതൊക്കെ നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒക്കുപ്പേഷണൽ സേഫ്റ്റി അവിടെ എത്രത്തോളം സേഫ്റ്റി ഉണ്ട് എന്നുള്ളത്. ചില ഒക്കുപ്പേഷനുമായിട്ട് ബന്ധപ്പെട്ട പല അസുഖങ്ങളുണ്ട്. പർട്ടിക്കുലർ മിൽസിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക്, ഇപ്പോൾ തുണി മില്ല് അല്ലെങ്കിൽ പലതരം മില്ലുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാനാണ് ഈ കോഡ് 2020 നിലവിൽ വന്നത്. 13 ലേബർ കോഡ്സ് ഈ ഹെൽത്തുമായിട്ട്, ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന 13 എണ്ണമാണ് ഇത് ഒരുമിച്ച് അമാൽഗമേറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചേർത്തത്, ഇതിൻ്റെ കീഴിൽ സബ്സ്യൂം ചെയ്തത്. 20 ഓളം ജോലിക്കാർ ഉണ്ടെങ്കിൽ മാനുഫാക്ചറിങ് സെക്ടർ, പവർ എടുത്ത് പ്രവർത്തിക്കുന്ന മാനുഫാക്ചറിങ് സെക്ടർ ആണെങ്കിൽ 20 പേരുണ്ടെങ്കിൽ ഈ കോഡ് ആപ്ലിക്കബിൾ ആണ്. അതുപോലെ പവർ ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ 40 പേരാണെങ്കിൽ, മിനിമം 40 പേരുണ്ടെങ്കിൽ ഈ കോഡ് ആപ്ലിക്കബിൾ ആയിരിക്കും. ഈ കോഡിൽ ഹസാഡസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇഞ്ചുറി സംഭവിക്കാൻ സാധ്യതയുള്ള ഒക്കുപ്പേഷണൽ ഡിസീസൊക്കെ അതിനെ തടയുക, എൻഷുർ ആ വർക്ക് പ്ലേസ് ഫ്രീ ആണ് എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് പ്രൈമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ആനുവൽ ഹെൽത്ത് എക്സാമിനേഷൻ നടത്തണം, ഫ്രീ ഓഫ് കോസ്റ്റ്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, മരുന്ന് കാര്യങ്ങൾ, ടെസ്റ്റ്, ഇതെല്ലാം ഫ്രീ ആയിട്ട് എംപ്ലോയീസിന് കൊടുക്കണം എന്നുള്ളതാണ് ലക്ഷ്യം. ദ കോഡ് ഡിഫൈൻസ് ഇൻ്റർസ്റ്റേറ്റ് മൈഗ്രൻ്റ് വർക്കേഴ്സ്. ഇപ്പോൾ ഇവിടെ ഇൻ്റർസ്റ്റേറ്റ് മൈഗ്രൻ്റ് വർക്കേഴ്സിന് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോഡ് പ്രകാരം ഇൻ്റർസ്റ്റേറ്റ് മൈഗ്രൻ്റ് വർക്കേഴ്സിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് ചോദിക്കുക. അതായത് സ്വന്തം സംസ്ഥാനത്ത് നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരും 18,000 രൂപ ശമ്പളമെങ്കിലും മിനിമം വാങ്ങിക്കുന്നവരും നമ്മളെന്താണ് ഇൻ്റർസ്റ്റേറ്റ് വർക്കർ എന്ന് പറയുന്ന ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പോർട്ടബിലിറ്റി ഓഫ് ബെനിഫിറ്റ്സ്. അതായത് ഇൻ്റർസ്റ്റേറ്റ് മൈഗ്രൻ്റ് വർക്കേഴ്സ് മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്തിരിക്കുമ്പോൾ അവരുടെ സ്വന്തം സംസ്ഥാനത്ത് ജോലി ചെയ്തപ്പോൾ കിട്ടിയ അതേ ബെനിഫിറ്റ്സ് അവർക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ കിട്ടിയിരിക്കണം എന്ന് ഉറപ്പ് വരുത്തണം. ഉദാഹരണം, നമ്മുടെ റേഷൻ കാർഡിൻ്റെ പോർട്ടബിലിറ്റി നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ അതുപ്രകാരം അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഫുഡിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ പ്രൊപ്പോർഷൻ ഏത് സംസ്ഥാനത്ത് പോയാലും അവർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. ദ കോഡ് ഓൾസോ പ്രപ്പോസസ് ജേർണി അലവൻസ്. ഒരു ജേർണി അലവൻസിന് വേണ്ടി പറയുന്നുണ്ട്. നെക്സ്റ്റ്, എൻകറേജ് ഫോർമലൈസേഷൻ. നേരത്തെ പറഞ്ഞു അൺഓർഗനൈസ്ഡ് സെക്ടറിനെയും ഓർഗനൈസ്ഡ് സെക്ടറിൻ്റെ അതുപോലെ ഉള്ള വേതനമായാലും സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് ഒക്കെ കൊടുത്ത് എല്ലാവരും എക്കോണമിയുടെ ഫോർമൽ പാർട്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. അപ്പോൾ അതിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്ത് തരത്തിലുള്ള, ഇപ്പോൾ പെർമനൻറ്റ് ജോലി ആയിക്കോട്ടെ അല്ലെങ്കിൽ നോൺ പെർമനൻറ്റ് ജോലി ആയിക്കോട്ടെ, എല്ലാവർക്കും അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൊടുക്കുക എന്നുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. ഇനി സിനിമാ മേഖല, ടെലിവിഷൻ മേഖലയായിട്ട് ബന്ധപ്പെട്ട വർക്കേഴ്സിനെല്ലാം ഓഡിയോ വിഷ്വൽ വർക്കേഴ്സ് എന്നും പറഞ്ഞ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദ കോഡ് റിമൂവ്സ് മാൻ പവർ ലിമിറ്റ് ഓഫ് ഹസാഡസ് വർക്കിംഗ് കണ്ടീഷൻ ആൻഡ് മേക്സ് ആപ്ലിക്കബിൾ ടു കോഡ്. ഈ ഒരു കോഡ് ഒബ്ലിഗേറ്ററി ആണ് ഫോർ കോൺട്രാക്ടേഴ്സ് റിക്രൂട്ടിംഗ് 50 അല്ലെങ്കിൽ കൂടുതൽ വർക്ക്. ഏർലിയർ അത് 20 ആയിരുന്നു. അതിൽ കൂടുതൽ ജോലി 50 അതിൽ കൂടുതൽ ജോലിയിൽ ആളുകളെ നിയോഗിച്ചു കഴിഞ്ഞാൽ നിയോഗിക്കുന്ന കോൺട്രാക്ടേഴ്സിന് ഈ കോഡ് ആപ്ലിക്കബിൾ ആണ്. ഇനി ഡെയിലി വർക്ക് അവർ എന്ന് പറയുന്നത് 8 മണിക്കൂറായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ സ്ത്രീകൾക്ക് രാത്രി ജോലി ചെയ്യണമെങ്കിൽ, അതായത് രാത്രി 7 മണിക്കും പകൽ 6 മണിക്കും ഇടയിൽ ജോലി ചെയ്യണമെങ്കിൽ അവരുടെ കൺസെൻറ്റും ഉണ്ടായിരിക്കണം, അതുപോലെ സേഫും ആയിരിക്കണം എന്ന് എംപ്ലോയേഴ്സ് ഉറപ്പുവരുത്തണം. നെക്സ്റ്റ്, ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡ് 2020. ദിസ് കോഡ് അമാൽഗമേറ്റ് 3 ഇപ്പോൾ നിലവിൽ നിന്ന് 3 ലോസാണ് ഇതിൻ്റെ കീഴിൽ സബ്സ്യൂം ചെയ്തിട്ടുള്ളത്. ആൻഡ് എക്സ്പാൻസ് ദ ഡെഫിനേഷൻ ഓഫ് വർക്കർ ടു ഇൻക്ലൂഡ് പേഴ്സൺസ് എംപ്ലോയ്ഡ് ഇൻ അൺസ്കിൽഡ്, മാനുവൽ, ടെക്നിക്കൽ, ഓപ്പറേഷണൽ, ക്ലറിക്കൽ, ഈ എല്ലാ തരം ജോലിക്കാരെയും ഇൻഡസ്ട്രിയൽ ഈ കോഡിൻ്റെ ഉള്ളിൽ എംപ്ലോയി എന്നുള്ള കാറ്റഗറിക്കുള്ളിൽ ആക്കിയിട്ടുണ്ട്. ദ കോഡ് ഇൻട്രൊഡ്യൂസസ് എ ന്യൂ പ്രൊവിഷൻ ഫോർ ഫിക്സഡ് ടേം എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഫിക്സഡ് ടേം എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പെർമനൻറ്റ് ജോലി എന്നുള്ളതുമായിട്ട് ബന്ധപ്പെടുത്തി കൺഫ്യൂസ്ഡ് ആകരുത്. ഫിക്സ്ഡ് എന്ന് പറയുന്നത് ടെമ്പററി ജോലിക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഫിക്സഡ് ടൈമിന് വേണ്ടി
മാത്രം ജോലി ചെയ്യുന്ന ആൾക്കാർ 6 മാസത്തേക്കാണ് എടുക്കുന്നതെങ്കിൽ അതാണ് ഫിക്സഡ് ടേം എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 1 വർഷത്തേക്ക് മാത്രമുള്ള കരാർ ജോലി, അതിനെയാണ് നമ്മൾ ഫിക്സഡ് ടേം എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. Okay, Code introduces a new provision for fixed term employment, giving employers the flexibility to engage worker on the basis of a written contract. റിട്ടേൺ കോൺട്രാക്റ്റിൻ്റെ പുറത്തുള്ള അതിനുവേണ്ടി ഒരു ഫിക്സഡ് ടേം എംപ്ലോയ്മെൻറ്റ് എന്നൊരു പ്രൊവിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഫിക്സഡ് ടേം എംപ്ലോയീസ് വിൽ ഗെറ്റ് സെയിം ബെനിഫിറ്റ് ആസ് ദ പെർമനൻറ്റ് എംപ്ലോയീസ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് 2 പേർക്കും കിട്ടുന്ന ജോലി, പെർമനൻറ്റിനും ടെമ്പററിക്കും കിട്ടുന്ന സെയിം തുക തന്നെയായിരിക്കും. പക്ഷേ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഇവരെ എപ്പോൾ വേണമെങ്കിലും ഹയർ ചെയ്യാനും എപ്പോൾ വേണമെങ്കിലും ഫയർ ചെയ്യാനും, ഫിക്സഡ് ടേം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ പിടിച്ച് നിർത്തുകയൊന്നുമില്ല, ഫയർ ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെയുണ്ട്. നെക്സ്റ്റ്, ദ മിനിമം നമ്പർ ഓഫ് വർക്കേഴ്സ് എംപ്ലോയിഡ് ഫോർ എൻ എസ്റ്റാബ്ലിഷ് ടു ഹാവിംഗ് ദ സ്റ്റാൻഡിംഗ് ഓർഡർ. അപ്പോൾ ഇവിടെ ഒരു 300 ആണ് ഈ ഒരു കോഡ് ആപ്ലിക്കബിൾ ആണെങ്കിൽ മിനിമം എംപ്ലോയീസ് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതായത് ഉദാഹരണം, നമ്മളിപ്പോൾ പണ്ടത്തെ കുറച്ച് സിനിമകളൊക്കെ കാണണമെങ്കിൽ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് മലയാള സിനിമകളൊക്കെ കാണുമ്പോൾ കുറച്ച് ജോലിക്കാരെ പിരിച്ചുവിട്ട ഉടനെ സമരം തുടങ്ങും അല്ലേ, തിരിച്ചെടുക്കണം. പക്ഷെ അതൊക്കെ എംപ്ലോയേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് സമാധാനപരമായിട്ടൊരു ബിസിനസ് അവസാനിപ്പിച്ച് അവിടെ നിന്ന് പോകണമെങ്കിൽ സമ്മതിക്കില്ല. നമ്മളെപ്പോഴും എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്നായിരിക്കും ചിന്തിക്കുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ ഒരു എക്സിറ്റ് ഓപ്ഷൻ അവർക്ക് താല്പര്യമില്ല ഇത്ര പേരെ പിരിച്ചുവിടണം. ഇപ്പോൾ നമ്മൾ ഇലോൺ മസ്ക് ഒക്കെ വന്ന് എല്ലാവരും പിരിച്ചുവിടുന്ന കാണുന്നില്ല. അപ്പം അവർക്കും ഫ്ലെക്സിബിലിറ്റി വേണം. അവർക്കും ഇപ്പോൾ താല്പര്യമില്ലെങ്കിൽ അവിടെ എന്താണ്, ലേ ഓഫും റീട്രെഞ്ച്മെൻറ്റും പിരിച്ചുവിടാനെയും ക്ലോഷറും ഒക്കെ ഗവൺമെൻറ് പെർമിഷനോടുകൂടെ നടന്നാലേ ഈസ് ഓഫ് ബിസിനസ് എപ്പോഴും നടക്കും. അതായത് ഒരു ബിസിനസ് തുടങ്ങുന്നത് മാത്രമല്ല ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ പാർട്ട്. അവർക്ക് ലാഭകരമല്ലെങ്കിൽ, പ്രോഫിറ്റ് ഇല്ലെങ്കിൽ അത് അടച്ചിട്ട് പോകാനുള്ള ഒരു പ്രൊവിഷൻ കൂടെ ഉണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ പാർട്ടിലെന്ന് ഓർമ്മിക്കുക. അതുകൊണ്ട് ഈ ഒരു പ്രൊവിഷൻ്റെ കീഴിൽ എപ്പോഴും വേണമെങ്കിലും ഈ ജോലിക്കാരെയൊക്കെ പിരിച്ചുവിടുക എന്നുള്ളൊരു ഓപ്ഷൻ, സമാധാനപരമായിട്ട് പിരിച്ചുവിടുക എന്നുള്ളൊരു ഓപ്ഷൻ കൂടി ഇതിനുള്ളിൽ ഉണ്ട് എന്നുള്ളത് ഓർമ്മിക്കുക. Next, the code also proposes for setting up a free skilling fund for training retrenched workers with contribution from the employer for an amount equal to 15 days last drawn by the worker. അപ്പോൾ ഇവിടെ ഒരു നല്ല കാര്യമുള്ളത്, ഇപ്പോൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സ്കില്ലില്ല എന്നുള്ള പേരിലാണ് പിരിച്ചുവിടുക എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്കില്ല് ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടി എംപ്ലോയറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഫണ്ടിൻ്റെ കോൺട്രിബ്യൂഷൻ, അത് ഈക്വൽ ടു എത്രയായിരിക്കണം, അല്ലെങ്കിൽ കൂടുതലാകാം, കഴിഞ്ഞ 15 ദിവസം എംപ്ലോയി എടുത്ത ശമ്പളത്തിൻ്റെ തുല്യമായിരിക്കും ആ കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. 30,000 രൂപയാണ് ഒരു മാസത്തെ ശമ്പളമെങ്കിൽ 15,000 രൂപ റീസ്കില്ലിന് വേണ്ടി എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കണം. എഫേർട്സ് മെയ്ഡ് ബൈ ഗവൺമെൻറ് ടു quickly resolve disputes of the workers include compulsory facility for the helpline for redressal of problem of migrant workers. അപ്പോൾ മൈഗ്രൻ്റ് വർക്കേഴ്സിൻ്റെ പ്രധാന ഇഷ്യൂ അറിയാം. ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വന്ന് അവിടുത്തെ ലോസ് കൃത്യമായിട്ട് അറിയണമെന്നില്ല, ഭാഷ കൃത്യമായിട്ട് അറിയണമെന്നില്ല, നിയമസഹായം പ്രത്യേകിച്ച് കിട്ടണമെന്നില്ല. അപ്പോൾ അതിനുവേണ്ടി ഗവൺമെൻറ് കമ്പൾസറി ഫെസിലിറ്റി ഫോർ ഹെൽപ്പ് ലൈൻ ഫോർ റിഡ്രസൽ പ്രോബ്ലം ഓഫ് മൈഗ്രൻ്റ് എംപ്ലോയീസ്. അപ്പോൾ അവർക്കൊരു ഹെൽപ്പ് ലൈൻ, അവരുടെ ഭാഷയിൽ സംവദിക്കാനൊക്കെയുള്ളൊരു ഹെൽപ്പ് ലൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മൈഗ്രൻ്റ് വർക്കേഴ്സിൻ്റെ നേഷണൽ ഡേറ്റാബേസ് കൃത്യമായിട്ട്, കാരണം അവരുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ അവർ പ്രശ്നം നേരിടുന്നുണ്ടാകാം, അവർ കാരണം നാട്ടുകാർ പ്രശ്നം നേരിടുന്നുണ്ടാകാം. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കൃത്യമായിട്ട് ആരൊക്കെയാണ് ജോലി ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ കമ്പനിയിൽ എത്ര പേരുണ്ട് എന്നെല്ലാം ഉള്ള ഒരു നാഷണൽ ലെവൽ ഡേറ്റാബേസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഓരോ 20 ദിവസം ജോലി ചെയ്യുമ്പോഴും 1 ദിവസം ലീവ് കിട്ടാനുള്ളൊരു പ്രൊവിഷൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇക്വാളിറ്റി ഓഫ് വിമൺ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ചില പർട്ടിക്കുലർ സ്ഥാപനങ്ങളിൽ രാത്രി സ്ത്രീകളെ ജോലിക്ക് നിർത്തില്ല, അവിടെ ഇക്വാളിറ്റി വേണം, സ്ത്രീകൾക്കും അവിടെ ജോലി ചെയ്യാമെന്നുള്ളൊരു പ്രൊവിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്ക് പ്രൊവൈഡഡ് ദാറ്റ് അവർക്ക് സമ്മതമായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ്, ഇൻ ദ ഇവൻറ്റ് ഓഫ് ഡെത്ത് ഓഫ് എ വർക്കർ ഓർ ഇഞ്ചുറി ഓഫ് വർക്കർ, ഇവിടെ ആക്സിഡൻറ്റ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 50% ഓഫ് ദ ഷെയർ ഓഫ് ദ പെനാൽറ്റി വുഡ് ബി ഗിവൺ. നെക്സ്റ്റ്, ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഫോർ 40 crore അൺഓർഗനൈസ്ഡ് വർക്കർ എലോൺ ജിഗ് ആൻഡ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ്. ഈ സ്വിഗ്ഗി പോലുള്ള ഇടത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെ ലക്ഷ്യമൊക്കെ ആക്കിക്കൊണ്ട് ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം അവർക്ക് പെൻഷൻസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. 40 കോടി അൺഓർഗനൈസ്ഡ് സെക്ടർ വർക്കേഴ്സിനെ ലക്ഷ്യം വെച്ചിട്ടാണ്. നെക്സ്റ്റ്, കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി 2020. നേരത്തെ പറഞ്ഞ സെയിം കാര്യം, ഈ പെൻഷൻ, സോഷ്യൽ സെക്യൂരിറ്റി, അവർക്ക് DA പോലത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പോൾ അതിനെല്ലാം അഡ്രസ്സ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി കൊണ്ടുവന്നത്. The definition of employees has been widened to include interstate migrant workers, construction workers, film industry workers and platform workers or gig workers. ഇത്രയും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ വിശാലമാക്കി, എംപ്ലോയീസ് എന്നുള്ളതിൻ്റെ ആ ഒരു ടേം വിശാലമാക്കി. 9 ലോസാണ് ഇതിൻ്റെ കീഴിൽ സബ്സ്യൂം ചെയ്തത്. നെക്സ്റ്റ്, ഇറ്റ് ഓൾസോ എംപവേഴ്സ് എ സെൻറ്റർ ടു ഫ്രെയിം എനി അതർ സ്കീംസ് ഫോർ ദ സെൽഫ് എംപ്ലോയ്ഡ് അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്, ജിഗ് വർക്കേഴ്സ് ആൻഡ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ് ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് ദെയർ
ഫാമിലീസ്. അപ്പോൾ ഇവർക്ക് വേണ്ടി പദ്ധതികളൊക്കെ, തൊഴിൽ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കാൻ ഗവൺമെൻറ്, അല്ലെങ്കിൽ തൊഴിൽ പദ്ധതികളല്ല, സോഷ്യൽ സെക്യൂരിറ്റിയായിട്ട് ബന്ധപ്പെട്ട പദ്ധതികളൊക്കെ ആവിഷ്കരിക്കാൻ ഗവൺമെൻറ്റിന് സാധിക്കും. പിന്നെ EPFO കവറേജ് വുഡ് ബി ആപ്ലിക്കബിൾ ടു ഓൾ എംപ്ലോയീസ് ഹാവിംഗ് 20 ജോലിക്കാർ മിനിമം ഉണ്ടെങ്കിൽ അവർക്ക് EPFO ആപ്ലിക്കബിൾ ആയിരിക്കും. ഫേംസ് എംപ്ലോയിങ് മോർ ദാൻ 20 വർക്കേഴ്സ് ഹാവ് ടു മാൻഡേറ്ററിലി റിപ്പോർട്ട് വേക്കൻസീസ് ഓൺലൈൻ അണ്ടർ ദിസ് കോഡ്. അപ്പോൾ 20 കൂടുതൽ ജോലി ആൾക്കാർക്ക് തൊഴിലുള്ള ഒരു സ്ഥലത്ത് ഒരു ഒഴിവ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതെന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം ഓൺലൈൻ വഴി. ഓക്കെ, നെക്സ്റ്റ്, ദ കോഡ് ഹാസ് എ പ്രൊവിഷൻ ഫോർ ദ ക്രിയേഷൻ ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ട് ഫോർ വർക്കേഴ്സ് ഇൻ ദ അൺഓർഗനൈസ്ഡ് സെക്ടർ. അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്ന വർക്കേഴ്സിനുള്ള സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ട് ഇതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദ കോഡ് പ്രപ്പോസസ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ നാഷണൽ സെക്യൂരിറ്റി ബോർഡ് for recommending to the central government the formulation of schemes for the various sections of unorganized gig and platform workers. അപ്പോൾ ഇവർക്ക് വേണ്ടി ഒരു നാഷണൽ സോഷ്യൽ സെക്യൂരിറ്റി ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട്. Provision for gratuity has been made for fixed term employees and there would not be any condition for minimum service for period. ഇപ്പോൾ ഉദാഹരണം 6 മാസത്തേക്ക്, 1 മാസത്തേക്ക്, 1 വർഷത്തേക്കൊക്കെ ജോലി ചെയ്യുന്ന ഫിക്സഡ് ടേം, അതായത് ടെമ്പററി എംപ്ലോയീസിനും ഗ്രാറ്റുവിറ്റി കൊടുക്കണം. ഇറസ്പെക്റ്റീവ് ഓഫ് അവർ എത്ര കാലം വേണമെങ്കിലും ജോലി ചെയ്തോട്ടെ, കുറവാണെങ്കിലും സാരിയില്ല, അവർക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കണം. ഇനി വിത്ത് എയിം ഓഫ് മേക്കിംഗ് ദ നാഷണൽ ഡേറ്റാബേസ് ഓഫ് അൺഓർഗനൈസ്ഡ് സെക്ടർ വർക്കേഴ്സ് രജിസ്ട്രേഷൻ കൊണ്ടുവന്നു. അതുപോലെ സെൽഫ് സർട്ടിഫിക്കേഷൻ, സ്വയം തന്നെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, സ്പെഷ്യൽ ഫോക്കസ് ഏരിയ ആണ്. ഈ ഭാഗത്ത് നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇപ്പം നമ്മുടെ സ്പെഷ്യൽ ഫോക്കസ് കൊടുക്കേണ്ട ഒരു പ്രോഗ്രാമാണ് MGNREG, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. 2005 ഓഗസ്റ്റ് 23 ഈ നിയമം പാസ്സാക്കപ്പെടുന്നത്. ആദ്യമായിട്ട് ഈ നിയമം പ്രകാരമുള്ള പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് 2006 ഫെബ്രുവരി 2 ആന്ധ്രാപ്രദേശിലുള്ള അനന്തപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാക്കി മാറ്റിയത്, ആ പേര് കൂടെ ഈ പദ്ധതിയുടെ മുമ്പിൽ ചേർത്തത് 2009 ഒക്ടോബർ 2 ഈ ഗാന്ധി ജയന്തി ദിനത്തിലാണ് കൊണ്ടുവന്നത്. 12th ഫയർ പ്ലാനിൽ നമ്മളിതിനെ റിവാമ്പ് ചെയ്ത് MGNREG 2.0 എന്ന പേരിൽ റിവാമ്പ് ചെയ്തു. എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് നോക്കിക്കേ, ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ, ഒബ്വിയസ്ലി പേര് സൂചിപ്പിക്കുന്ന പോലെ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഉണ്ട്. അസറ്റ് ക്രിയേഷൻ, ഇപ്പോൾ പല അസറ്റ്, മതിൽ, കുളങ്ങൾ, അങ്ങനത്തെ അസറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചറൽ വേജസ് കൂട്ടുക. എംപവർമെൻറ്റ് ഓഫ് വിമൺ, ഇങ്ങനൊരു കമ്പണൻ്റ് ഉണ്ടെന്ന് ഓർമ്മിക്കുക. ഓക്കെ, റിഡക്ഷൻ ഇൻ റൂറൽ പോവർട്ടി. ഓക്കെ, ഇത്രയുമുണ്ട്. നെക്സ്റ്റ്, ഈ ലോയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ആ ഒരു ഫ്രെയിം വർക്ക്, ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പ് ആണ് എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. ഈ ലോയ്ക്കുള്ളിൽ ചാപ്റ്റർ 3 സെക്ഷൻ 7 സെക്ഷൻ സിയിൽ സെക്ഷൻ 3 ഗ്യാരണ്ടി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ റൂറൽ ഏരിയ, അതായത് റൂറൽ ഏരിയയിൽ തൊഴിൽ ഉറപ്പ് നൽകുന്ന സെക്ഷൻ ഏതാണ്? ചാപ്റ്റർ 3 സെക്ഷൻ 3 ആണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഷാൽ പ്രൊവൈഡ് എവറി ഹൗസ് ഹോൾഡ് whose adult members volunteer to do unskilled manual work not less than 100 days. അൺസ്കിൽഡ് ആയിട്ടുള്ള മാനുവൽ വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ള എല്ലാ ഹൗസ് ഹോൾഡിലുള്ള അഡൽട്ട് മെമ്പേഴ്സിന് 100 ദിവസത്തിൽ കുറയാത്ത ജോലി നൽകാൻ റൂറൽ ഏരിയയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ബാധ്യസ്ഥരാണ്. നെക്സ്റ്റ്, ഇംപ്ലിമെൻറ്റിംഗ് ആൻഡ് മോണിറ്ററി അതോറിറ്റി. നമ്മളിപ്പോൾ കാണുന്നുണ്ട് പല സ്ഥലത്തും തൊഴിലുറപ്പ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. പക്ഷേ ഇതൊക്കെ ആരാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ആരാണ് മോണിറ്റർ ചെയ്യുന്നതെന്ന് അറിയണ്ടേ. ചാപ്റ്റർ 3 സെക്ഷൻ 10 പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ഷാൽ കോൺസ്റ്റിറ്റ്യൂട്ട് എ കൗൺസിൽ, സെൻട്രൽ എംപ്ലോയി ഗ്യാരണ്ടി കൗൺസിൽ. ഇങ്ങനൊരു കൗൺസിൽ രൂപീകരിക്കണം. അവരാണ് ഈ നിയമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. ഡൽഹിയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ആരൊക്കെയാണ് ഇതിൻ്റെ മെമ്പേഴ്സ് നോക്കിക്കേ. ചെയർപേഴ്സൺ, സെൻട്രൽ മിനിസ്ട്രിയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരിക്കും, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടായിരിക്കും, 15 കുറയാതെ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ആയിരിക്കും. അതുപോലെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും 15 കുറയാതെ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ്. വർക്കേഴ്സ് ഉണ്ടായിരിക്കും, ഡിസഡ്വാൻറ്റേജ് ഗ്രൂപ്പ്സിലുള്ള മെമ്പേഴ്സൊക്കെ ഇതിൻ്റെ ഭാഗമായിരിക്കും. ഈ ഒരു കോമ്പോസിഷൻ വളരെ വേഗമായിട്ട് കിടക്കുന്നതുകൊണ്ട് ഈ കോമ്പോസിഷൻ ചോദിക്കാൻ സാധ്യതയില്ല. പക്ഷേ ഈ ഒരു കൗൺസിലിൻ്റെ പേര് നന്നായിട്ട് പഠിച്ചു വെച്ചു, സെൻട്രൽ എംപ്ലോയി ഗ്യാരണ്ടി കൗൺസിൽ. ഓക്കെ, ഇതിൽ 1/3 വിമൺ ആണ് എന്നുള്ള കാര്യം, വിമൺ ആയിരിക്കണം ഈ മെമ്പേഴ്സിൽ 1/3. അതുപോലെ 1/3 SC ST OBC എന്നീ വിഭാഗങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ 1/3 ഉണ്ടായിരിക്കണം. നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ഷാൽ ഇൻക്ലൂഡ് 2 ചെയർപേഴ്സൺ ഓഫ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് നോമിനേറ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഫോർ എ പീരിയഡ് ഓഫ് 1. ഒരു വർഷത്തേക്ക് സെൻട്രൽ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഡിസ്ട്രിക്ട് പഞ്ചായത്തിലെ 2 ഡിസ്ട്രിക്ട് പഞ്ചായത്തിലെ ചെയർപേഴ്സൺസും ഈ 15 നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിൽ ഉണ്ടായിരിക്കണം. ഇനി എന്താണ് ഇവിടെ ഫംഗ്ഷൻ എന്ന് നോക്കണ്ടേ. സെൻട്രൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി കൗൺസിലിൻ്റെ ഫംഗ്ഷൻ എന്താണ്? വാല്യുവേഷൻ മോണിറ്ററിംഗ്, പദ്ധതി നടപ്പിലാകുന്നത് മേൽനോട്ടം വഹിക്കുക.
അഡ്വൈസ് സെൻട്രൽ ഗവൺമെൻറ് അഡ്വൈസ് ചെയ്യുക, റിവ്യൂ മോണിറ്ററിംഗ്, റിവ്യൂ മെക്കാനിസം, ഡിസമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ദ സ്കീം, പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ആഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക, പലയിടത്തും പ്രസിദ്ധപ്പെടുത്തുക. പ്രിപ്പറേഷൻ ഓഫ് ആനുവൽ റിപ്പോർട്ട് ഇതിൻ്റെ പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്യേണ്ട ആനുവൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക. സിമ്പിളാണ്. ഇനി സ്റ്റേറ്റ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി കൗൺസിൽ, സെൻട്രലുള്ളതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്കും വേണ്ടേ. അപ്പോൾ സെക്ഷൻ 12 മറ്റത് എവിടെയാണ്? സെക്ഷൻ 10 ആണ്. ചാപ്റ്റർ 3 ഇത് സെക്ഷൻ 12 ആണ്. ചെയർപേഴ്സൺ നേരത്തെ പറഞ്ഞ സെയിം കോമ്പോസിഷൻ തന്നെയാണ്. ചെയർപേഴ്സൺ ഉണ്ട്, ഒഫീഷ്യൽ മെമ്പേഴ്സ് ഉണ്ട്, 15 നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ഉണ്ട്. സെയിം കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അതുപോലെ തന്നെ ഡ്യൂട്ടീസും എല്ലാം സെയിം ആണ്. സംസ്ഥാന തലത്തിൽ മോണിറ്ററിംഗ് നടത്തുക, പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലായിടത്തും എത്തിക്കുക, റിപ്പോർട്ട് സമർപ്പിക്കുക, ഇതൊക്കെ തന്നെയാണ് ലക്ഷ്യങ്ങൾ. ഫങ്ഷൻസ് ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പഞ്ചായത്തുകളാണല്ലോ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നടപ്പിലാകുന്ന വ്യക്തികൾ. അപ്പോൾ എന്താണ് അവരുടെ ലക്ഷ്യങ്ങൾ നോക്കിയേ. ഡിസ്ട്രിക്റ്റ് ലെവലിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഒക്കെ അല്ലെങ്കിൽ വില്ലേജ് പഞ്ചായത്തിലും ഒക്കെ എന്തൊക്കെയാണ് അവർ തൊഴിലുറപ്പായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നതെന്ന് നമുക്കറിയണ്ടേ. അപ്പോൾ ഡിസ്ട്രിക്റ്റ് പഞ്ചായത്തിൻ്റെ ചുമതലകൾ എന്താണെന്ന് നോക്കിയേ. ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള പദ്ധതികൾ ബ്ലോക്ക് കൊടുക്കും. അപ്പോൾ ആ പദ്ധതികൾ ഫൈനലൈസ് ചെയ്യുക, അപ്രൂവ് ചെയ്യുക. നെക്സ്റ്റ് സൂപ്പർവൈസ് ആൻഡ് മോണിറ്ററിംഗ് പ്രോജക്ട്സ് ബ്ലോക്ക് ലെവലിൽ നടക്കുന്ന പദ്ധതികൾ സൂപ്പർവൈസ് ചെയ്യുക. നെക്സ്റ്റ് ഇൻ്റർമീഡിയറ്റ് ലെവൽ, അതായത് ബ്ലോക്ക് ലെവലിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പദ്ധതികളുടെ അവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ബ്ലോക്ക് ലെവൽ പ്ലാൻ അപ്രൂവ് ചെയ്തിട്ട് അത് ജില്ലാ പഞ്ചായത്തിന് അയച്ചു കൊടുക്കുക. സൂപ്പർവൈസ് ആൻഡ് മോണിറ്റർ ദ പ്രോജക്ട്സ് ടേക്കൺ അപ്പ് ബൈ ഗ്രാമപഞ്ചായത്തുകൾ നടപ്പിലാക്കുന്ന പദ്ധതികൾ സൂപ്പർവൈസ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക. നെക്സ്റ്റ് ദ ഡിസ്ട്രിക്ട് പ്രോഗ്രാം കോർഡിനേറ്റർ ഷാൾ അസിസ്റ്റ് പഞ്ചായത്ത് അറ്റ് ദ ഡിസ്ട്രിക്ട് ലെവൽ ഇൻ ഡിസ്ചാർജിങ് ഇറ്റ്സ് ഫംഗ്ഷൻസ് അണ്ടർ ദിസ് ആക്ട് ആൻഡ് എനി സ്കീം മെയ്ഡ് thereafter. ഓക്കെ, അപ്പോൾ ഡിസ്ട്രിക്ട് പ്രോഗ്രാം കോർഡിനേറ്റർ എന്ന് പറയുന്ന വ്യക്തിയാണ് പഞ്ചായത്ത് ഡിസ്ട്രിക്ട് ലെവലിൽ പഞ്ചായത്തുകളുടെ ഡ്യൂട്ടീസ് അസിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അദ്ദേഹത്തിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡിസ്ട്രിക്ട് പ്രോഗ്രാം കോർഡിനേറ്റർ, ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഓർ ദ കളക്ടർ ഓഫ് ദ ഡിസ്ട്രിക്ട് ഓർ എനി അതർ ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസർ. ഡിസ്ട്രിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും വ്യക്തിയോ അല്ലെങ്കിൽ കളക്ടറോ അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദ ഡിസ്ട്രിക്ട് പഞ്ചായത്തോ ആയിരിക്കും ഡിസ്ട്രിക്ട് പ്രോഗ്രാം കോർഡിനേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നത്. The district program coordinator shall be responsible for the implementation of the scheme in the district in accordance with the provisions of Act. സിമ്പിൾ ആണ്. ഡിസ്ട്രിക്ട് ലെവൽ ഇതിൻ്റെ ചുമതല അദ്ദേഹത്തിനാണ്. ഇനി പ്രോഗ്രാം ഓഫീസർ, ഇപ്പോൾ ഇവിടെ ഡിസ്ട്രിക്ട് ലെവൽ പ്രോഗ്രാം കോർഡിനേറ്റർ ആണ് ഡിസ്ട്രിക്ട് ലെവലെങ്കിൽ, പ്രോഗ്രാം ഓഫീസറാണ് എവറി പഞ്ചായത്ത് അറ്റ് ദ ഇൻ്റർമീഡിയറ്റ് ലെവലിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരാളിനെ അപ്പോയിൻറ്റ് ചെയ്യും. ഹു ഈസ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് BDO, ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസറിൻ്റെ റാങ്കിന് താഴെ പോകരുത്. അങ്ങനെ ഒരു വ്യക്തിയെ അപ്പോയിൻറ്റ് ചെയ്യും ബ്ലോക്ക് പഞ്ചായത്ത് ലെവലിൽ പ്രോഗ്രാമിൻ്റെ കോർഡിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ദ പ്രോഗ്രാം കോർഡിനേറ്റർ ഓഫീസർ ഷാൾ അസിസ്റ്റ് ദ പഞ്ചായത്ത് അറ്റ് ഇൻ്റർമീഡിയറ്റ് ലെവൽ ഇൻ ഡിസ്ചാർജിങ് ഫംഗ്ഷൻസ് ഓഫ് ദിസ് ആക്ട്. ഓക്കെ, monitoring of projects taken up by the Gram Panchayat, sanctioning of and ensuring payment, ensuring prompt and fair payment of wages, ensuring that regular social audit, dealing promptly with all complaints. ഇതൊക്കെ നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് പ്രോഗ്രാം ഓഫീസറിൻ്റെ ലക്ഷ്യം. നെക്സ്റ്റ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഗ്രാമപഞ്ചായത്ത്. നമ്മൾ ഗ്രാമപഞ്ചായത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയിലോട്ട് വരികയാണ്. ദ ഗ്രാമപഞ്ചായത്ത് ഷാൽ ബി റെസ്പോൺസിബിൾ ഫോർ ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ പ്രോജക്ട്സ്. പദ്ധതികൾ ഏറ്റവും താഴെത്തട്ടിലുള്ള ഗ്രാമപഞ്ചായത്തുകളല്ലേ, ഇന്ന സ്ഥലത്ത് കുളം കുഴിക്കണം, ഇന്ന സ്ഥലത്ത് പാടം ശരിയാക്കി എടുക്കണം, ആ പദ്ധതികൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ആരാണ്? ഗ്രാമപഞ്ചായത്താണ്. ഇൻ ദ ഏരിയ ഗ്രാമപഞ്ചായത്ത് ടു ബി ടേക്കൺ അണ്ടർ ദ സ്കീം ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് ഗ്രാമസഭ. ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആരുടെ റെക്കമെൻഡേഷൻ വഴിയാണ് ഗ്രാമപഞ്ചായത്ത് പദ്ധതികൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഗ്രാമസഭ കൂടി അല്ലെങ്കിൽ വാർഡ് സഭ കൂടി അവർക്ക് പ്രയോറിറ്റി ഉള്ള പദ്ധതികളാണ് ആര് നടപ്പിലാക്കേണ്ടത്, ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്? ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത് മേ ടേക്ക് അപ്പ് എനി പ്രോജക്റ്റ് അണ്ടർ ദ സ്കീം within the area of the Gram Panchayat as may be sanctioned by the program officer. പ്രോഗ്രാം ഓഫീസർ സാങ്ഷൻ ചെയ്യുന്ന പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. പ്രോഗ്രാം ഓഫീസർ ഷാൾ സപ്ലൈ ഈച്ച് ഗ്രാമ പഞ്ചായത്ത് ദ മസ്റ്റർ റോൾസ് ഫോർ ദ വർക്ക് സാങ്ഷൻഡ് ടു ബി എക്സിക്യൂട്ടഡ് ബൈ ഇറ്റ്. മസ്റ്റർ റോൾസ് കൊടുക്കുക. ലിസ്റ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ടു ദ ഗ്രാമപഞ്ചായത്ത്. ആ ഗ്രാമപഞ്ചായത്തിലുള്ള റെസിഡൻസിന് അവൈലബിൾ ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് കൊടുക്കുക. ദ ഗ്രാമപഞ്ചായത്ത് ഷാൾ അലോക്കേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എമംഗ് ആപ്ലിക്കൻസ് ആൻഡ് ആസ്ക് ദം ടു റിപ്പോർട്ട് ഫോർ വർക്കേഴ്സ്. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് അപ്ലൈ ചെയ്തവർക്ക് മുൻഗണന അനുസരിച്ച് തൊഴിൽ വിതരണം ചെയ്യുക, തൊഴിൽ സമയത്ത് ഹാജരാകാനും കൂടെ ആവശ്യപ്പെടുക. ഓക്കെ, അതാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ മറ്റൊരു ഡ്യൂട്ടി. നെക്സ്റ്റ് ഗ്രാമസഭ. ഗ്രാമസഭയുടെ നമ്മൾ സംസ്ഥാനത്തിൻ്റെ പഠിച്ചു, ഡിസ്ട്രിക്ട് പഞ്ചായത്തിൻ്റെ പഠിച്ചു, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പഠിച്ചു. ഇനി ഗ്രാമസഭയുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ദ ഗ്രാമസഭ ഷാൾ മോണിറ്റർ ദ എക്സിക്യൂഷൻ ഓഫ് വർക്ക് വിത്തിൻ ദ
ഗ്രാമപഞ്ചായത്ത്, ഒരു ഗ്രാമപഞ്ചായത്തിനുള്ളിലുള്ള പദ്ധതി മോണിറ്റർ ചെയ്യുന്ന ഗ്രാമസഭയാണ്. ഗ്രാമസഭ ഷാൽ കണ്ടക്ട് റെഗുലർ സോഷ്യൽ ഓഡിറ്റ്. അപ്പോൾ ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ളത് MGNREGയുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യൽ ഓഡിറ്റ് നടത്തുന്നത് ആര്? ഓപ്ഷൻ എ ഡിസ്ട്രിക്ട് പ്രോഗ്രാം കോർഡിനേറ്റർ, പ്രോഗ്രാം ഓഫീസർ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി കൗൺസിൽ എന്നൊക്കെ തരാം. ആരാണ് ആൻസർ? ഗ്രാമസഭയാണ്, മറക്കരുത്. പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യൽ ഓഡിറ്റ് നടത്തുന്ന ഗ്രാമസഭയാണ്. ദ ഗ്രാമപഞ്ചായത്ത് ഷാൽ മേക്ക് അവൈലബിൾ all relevant documents conducting muster rolls, bills, vouchers, measurement books, copies of sanction orders and other connected books of account. എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഗ്രാമസഭയ്ക്ക് കൊടുക്കണം പഞ്ചായത്ത്. എന്തിനാണ് അവർക്ക് ഓഡിറ്റ് നടത്താൻ? നെക്സ്റ്റ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് നാഷണൽ ആൻഡ് സ്റ്റേറ്റ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ഫണ്ട്സ്. ഇപ്പോൾ ചാപ്റ്റർ 5ൻ്റെ കീഴിൽ സെക്ഷൻ 20 നാഷണൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ഫണ്ടും സെക്ഷൻ 21 സ്റ്റേറ്റ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ഫണ്ടിനെ പറ്റിയും പറയുന്നു. നെക്സ്റ്റ്, ഫോക്കസ് ഓഫ് ദ സ്കീം. എന്തൊക്കെ പദ്ധതികളാണ് ഇവർ നടപ്പിലാക്കുന്നത്? എന്താണ് ഇവരുടെ ഫോക്കസ്? വാട്ടർ കൺസർവേഷൻ ആൻഡ് വാട്ടർ ഹാർവസ്റ്റിംഗ്, മഴക്കുഴികൾ ഉണ്ടാക്കുക, മഴവെള്ള സംഭരണികൾ ഉണ്ടാക്കുക. ഡ്രോട്ട് പ്രൂഫിംഗ് ഇൻക്ലൂഡിംഗ് അഫോറസ്റ്റേഷൻ, ട്രീ പ്ലാന്റേഷൻ. ഇപ്പോൾ വരൾച്ചയെ ചെറുക്കാനായിട്ട് ട്രീ കവർ, ചെടികൾ വെച്ച് പിടിപ്പിക്കുക. ഇറിഗേഷൻ കനാൽ ഇൻക്ലൂഡിംഗ് മൈക്രോ ആൻഡ് മൈനർ ഇറിഗേഷൻ, കനാലുകൾ നിർമ്മിക്കുക. പ്രൊവിഷൻ ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റി ടു ലാൻഡ് ഓൺഡ് ബൈ ഹൗസ് ഹോൾഡ് ബിലോങ്ങിങ് ടു SC/ST ട്രൈബ്സ്, അവർക്ക് ഇറിഗേഷൻ ഫെസിലിറ്റി കൊടുക്കുക. റിനോവേഷൻ ഓഫ് ട്രഡീഷണൽ വാട്ടർ ബോഡീസ് ഇൻക്ലൂഡിംഗ് ഡീസിൽറ്റേഷൻ ഓഫ് ടാങ്ക്, ഇപ്പോൾ പുഴകളായാലും ടാങ്ക്സ് ഒക്കെ ഡീസിൽ ചെയ്യുക, അടിഞ്ഞുകൂടിയിരിക്കുന്ന അവശിഷ്ടങ്ങളൊക്കെ എടുത്ത് മാറ്റുക. ലാൻഡ് ഡെവലപ്മെൻറ്റ്, ഫ്ലഡ് കൺട്രോൾ ആൻഡ് പ്രൊട്ടക്ഷൻ വർക്ക് ഇൻക്ലൂഡിംഗ് ഡ്രെയിനേജ്, വാട്ടർ ലോക്ക്ഡ് ഏരിയ. അപ്പോൾ നിങ്ങളൊക്കെ ഈ കയർ ഭൂവസ്ത്രം, ഇപ്പോൾ ജിയോ ടെക്സ്റ്റൈൽസ് ഒക്കെ ചില കനാലുകളുടെയൊക്കെ സൈഡിൽ മണ്ണൊക്കെ ഇടിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടി, ഫ്ലഡിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി അത് ഈ കനാൽസിൻ്റെയൊക്കെ ആഴം കൂട്ടുക എന്നുള്ളതൊക്കെ ലക്ഷ്യമൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും വഴിയുടെ സൈഡിലൊക്കെ. ഇപ്പോൾ റൂറൽ കണക്ടിവിറ്റി ടു പ്രൊവൈഡ് ഓൾ വെതർ ആക്സസ്, റോഡ് വെട്ടുക. നെക്സ്റ്റ്, ക്രിയേഷൻ ഓഫ് ദ ഡ്യൂറബിൾ അസറ്റ് ആൻഡ് സ്ട്രെങ്തനിങ് ദ ലൈവ്ലിഹുഡ് റിസോഴ്സ് ബേസ് ഓഫ് ദ റൂറൽ പുവർ ഷാൽ ബി എൻ ഇമ്പോർട്ടൻറ്റ്. റൂറൽ ഡ്യൂറബിൾ അസറ്റ് ക്രിയേറ്റ് ചെയ്യുക. വർക്ക്സ് ടേക്കൺ അപ്പ് അണ്ടർ ദ സ്കീം ഷാൽ ബി ഇൻ റൂറൽ ഏരിയ. റൂറൽ ഏരിയയിലുള്ള ജോലികൾ തന്നെ ആയിരിക്കണം എടുക്കുന്നത്. കണ്ടീഷൻസ് ഓഫ് ഗ്യാരണ്ടീഡ് റൂറൽ എംപ്ലോയ്മെൻറ്റ്. എന്തൊക്കെ കണ്ടീഷൻസ് ആണുള്ളത്? ആ വ്യക്തി, അഡൽട്ട് മെമ്പർ, ആ ഒരു ഹൗസ് ഹോൾഡിലുള്ള വ്യക്തി റൂറൽ ഏരിയയിൽ റിസൈഡ് ചെയ്യുന്ന ആളുകളായിരിക്കണം. ഓക്കെ. നെക്സ്റ്റ്, ആർ വില്ലിംഗ് ടു ഡു അൺസ്കിൽഡ് മാനുവൽ വർക്ക്. അൺസ്കിൽഡ് മാനുവൽ വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കുന്ന ആളുകളായിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാർ അവരുടെ പേര് എവിടെ കൊടുക്കണം? പേര്, വയസ്സ്, അഡ്രസ്സ് ഗ്രാമപഞ്ചായത്തിൽ കൊടുക്കണം. അപ്പോഴത്തേക്ക് അവർ എന്ത് കൊടുക്കും? രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഒരു ജോബ് കാർഡ് കൊടുക്കും, തൊഴിൽ കാർഡ് കൊടുക്കും. എവരി അഡൽട്ട് മെമ്പർ ഓഫ് ദ രജിസ്റ്റേർഡ് ഹൗസ് ഹോൾഡ് ഹൂസ് നെയിം അപ്പിയേഴ്സ് ഇൻ ദ ജോബ് കാർഡ് ഷാൽ ബി എൻടൈറ്റിൽ ടു അപ്ലൈ ഫോർ അൺസ്കിൽഡ് മാനുവൽ വർക്ക് അണ്ടർ ദ സ്കീം. ഇപ്പോൾ ഈ ജോബ് കാർഡിൻ്റെ കീഴിൽ പേരുള്ള വ്യക്തികൾ, അവർക്ക് അവകാശമുണ്ട്, ജോബ് കിട്ടാനുള്ള അവകാശം ഉണ്ട്. നെക്സ്റ്റ്, റിവൈസ്ഡ് വേജ് റേറ്റ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വളരെ റീസെൻ്റ് ആയിട്ട് നമ്മുടെ 2023 മാർച്ചിൽ വേജ് റിവൈസ് ചെയ്തതായിട്ട് ന്യൂസ് ഉണ്ടായിരുന്നു. റിവൈസ് ചെയ്യുന്നത് വേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ MGNREG ആക്ടിൻ്റെ സെക്ഷൻ 6 ക്ലോസ് 1 പറയുന്നത്. സെൻറ്ററാണ് നോട്ടിഫിക്കേഷനിലൂടെ അതത് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി, സംസ്ഥാനങ്ങളല്ല, അതത് സംസ്ഥാനങ്ങളുടെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് സെൻറ്ററാണ് വേജ് റിവൈസ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് ഓർമ്മിക്കുക. പല സംസ്ഥാനങ്ങളോടും വിവേചനം കാണിച്ചു, അങ്ങനെ ഇങ്ങനെ വാർത്ത വരും. അപ്പോൾ വാർത്ത ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് കാര്യം കിട്ടും. സെൻറ്ററാണ് അത് ഫിക്സ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഹരിയാനയ്ക്ക് 357, ഇതാണ് ടോപ്പസ്റ്റ് സംസ്ഥാനം. ഏറ്റവും ലോവസ്റ്റ് വേജ് കൊടുക്കുന്ന മധ്യപ്രദേശും ഛത്തീസ്ഗഡും. ഇതൊന്നും ചോദിക്കില്ലായിരിക്കും, ഫസ്റ്റ് ചോദിക്കും, കേരളത്തിൻ്റെ ആയിരിക്കും അടുത്ത് ചോദിക്കാൻ പോകുന്നത്. 311 22 രൂപ കൂട്ടി ഏപ്രിൽ 1 തൊട്ട് 333 രൂപ കൊടുക്കാനാണ് സെൻറ്ററിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം. നെക്സ്റ്റ്, കേരളം അയ്യങ്കാളി urban employment guarantee scheme എന്ന് പറഞ്ഞ് നഗരപ്രദേശങ്ങളിൽ നമ്മൾ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. നഗരപ്രദേശങ്ങളിലുള്ള പാവപ്പെട്ടവരെ അഡ്രസ്സ് ചെയ്യാനായിട്ട് അവിടെയും 100 ദിവസം മിനിമം ജോലി തന്നെയാണ് ഗ്യാരണ്ടി ചെയ്യുന്നത്. 2010 ഈ പദ്ധതി കൊണ്ടുവന്നത് എന്ന് ഓർമ്മിക്കുക. അല്ലെങ്കിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരുടെ സ്മരണാർത്ഥമാണ് കൊണ്ടുവന്നതെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. 2010 കൊണ്ടുവന്നത്. ഇതെല്ലാം പ്രിലിംസ് ലെവലിലും ചോദിക്കാൻ പറ്റുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. MGNREGയുടെ നേരത്തെ പറഞ്ഞ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മെയിൻസ് ലെവൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി കണ്ടോ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ചോദിച്ച ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാൻ പറ്റുമോ നോക്കിയാലോ. വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ നോട്ട് ട്രൂ. ഇതൊക്കെ കണ്ട് ആദ്യമേ അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. ചിലപ്പോൾ വായിച്ച് തീരുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് മറക്കാൻ സാധ്യതയുണ്ട്. ട്രൂ ആണോ നോട്ട് ട്രൂ ആണോ എന്ന് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. വിത്ത് റിഗാർഡ് ടു ദ നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം ഓഫ് ഗവൺമെൻറ് ഓഫ് കേരള, എന്താണ് ശരി അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ പ്രോഗ്രാം ഇസ് ടു സ്ട്രെങ്തൻ ദ ലൈവ്ലിഹുഡ് റിസോഴ്സ് ബേസ് ഓഫ് ദ പോർ, ശരിയാണല്ലോ. സ്ട്രെങ്തനിങ് ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതും ശരിയാണ്. ഡെവലപ്മെൻറ്റ് ആൻഡ് കൺസോൾട്ടേഷൻ ഫീലിംഗ് ഓഫ് നാഷണൽ യൂണിറ്റി, പല പല സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഐക്യം ഊട്ടിയുറപ്പിക്കാൻ അല്ലെങ്കിൽ ദേശീയത വളർത്താൻ വേണ്ടി ഈ പദ്ധതി സഹായിക്കുന്നുണ്ടോ. നെക്സ്റ്റ്, പ്രൊയാക്റ്റീവ്ലി എൻഷുറിങ് സോഷ്യൽ ഇൻക്ലൂഷൻ, തീർച്ചയായിട്ടും
ട്രൈബൽ ഏരിയാസിൽ കൊണ്ടുവന്നിട്ടുണ്ട്, പല പല ഏരിയാസിൽ MGNREGA കൊണ്ടുവന്നിട്ടുണ്ട്. സോഷ്യൽ ഇൻക്ലൂഷൻ, പല വ്യക്തികളെയും, ജോലിയില്ലാത്ത വ്യക്തികളെയും അവരുടെയും ബെറ്റർ ലൈവ്ലിഹുഡിന് വേണ്ടി നമ്മൾ അവരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ മൂന്നാമത്തത് വരില്ല. ഇത് കോമൺ സെൻസ് കൊണ്ട് പഠിച്ചില്ലെങ്കിൽ പോലും നമുക്ക് കിട്ടാവുന്ന കേരള ഗവർണൻസിന് മെയിൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് മഹാത്മാഗാന്ധി MGNREGA ഇൻ കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ കറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. MGNREGA സ്കീംസ് ഈസ് ഫുള്ളി ഇംപ്ലിമെൻറ്റഡ് വിത്ത് ഗ്രാമപഞ്ചായത്ത് ലെവലിലാണ് ഇംപ്ലിമെൻറ്റ് നടത്തുന്നത്. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഈസ് രജിസ്ട്രേഷൻ ഓഫീസർ അണ്ടർ MGNREGA സ്കീം. അതും ശരിയാകാം, നമുക്ക് നോക്കാം. ബോത്ത് മെൻ ആൻഡ് വിമൺ മീറ്റ്സ് ആർ ബെനിഫിഷ്യറീസ് ഓഫ് ദ സ്കീം. രണ്ടുപേരും ബെനിഫിഷ്യറീസ് ആണ്. അപ്പോൾ ഓൾ ഓഫ് ദ എബോവ് ആണ്. പക്ഷേ ആൻസർ കീയിൽ എനിക്ക് തോന്നുന്നു PSCയുടെ ആൻസർ കീയിൽ ഇതാണ് തന്നിരുന്നത്. പക്ഷേ നമുക്കറിയാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ഈ പദ്ധതി ജോലി കൊടുക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് മുൻഗണനയുണ്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് കുടുംബശ്രീ. നെക്സ്റ്റ് കേരളത്തിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റ്. നമുക്ക് ആഗോളതലത്തിലും നാഷണൽ ലെവലിലും ഒക്കെ ഒത്തിരി പ്രശംസ നേടിത്തന്ന ഒരു പദ്ധതിയാണ് കുടുംബശ്രീ. അപ്പോൾ കുടുംബശ്രീയെ പറ്റി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, പോവർട്ടി ഇറാഡിക്കേഷൻ ആൻഡ് വിമൺ എംപവർമെൻറ്റ് പ്രോഗ്രാമാണ്. കേരള സംസ്ഥാനത്തിൻ്റെ പോവർട്ടി ഇറാഡിക്കേഷൻ വിമൺ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമാണ് കുടുംബശ്രീ. സംസ്ഥാന പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ, സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷനാണ്, പോവർട്ടി ഇറാഡിക്കേഷൻ മിഷനാണ് നടപ്പിലാക്കുന്നത്. പ്രോസ്പെരിറ്റി ഓഫ് ദ ഫാമിലി എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ്. 1997 ഈ പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പരീക്ഷണാർത്ഥം നമ്മൾ 1997 തുടങ്ങിയായിരുന്നു, 3 മെമ്പേഴ്സിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം. അപ്പോൾ ഇത് 3 ടയർ സ്ട്രക്ചറാണുള്ളത്. നെയ്ബർഹുഡ് ഗ്രൂപ്പ്, അയൽക്കൂട്ടം, NHG ആണ് ലോവസ്റ്റ് ലെവൽ. നെക്സ്റ്റ്, ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി, ADS ആണ് മിഡിൽ ലെവലിലുള്ളത്. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയാണ്, CDS ആണ് ലോക്കൽ ലെവലിൽ ഉള്ളത്. നെക്സ്റ്റ്, The community structure of the കുടുംബശ്രീ evolved from the experiments in ആലപ്പുഴ മുനിസിപ്പാലിറ്റി ആൻഡ് മലപ്പുറം. ഈ 2 സ്ഥലത്തും നടപ്പിലാക്കിയ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പദ്ധതികളാണ്. അതിനെ അടിസ്ഥാനമാക്കിയാണ് കേരളത്തിൽ മൊത്തം ഇന്ന് ഈ പദ്ധതി അതിനെ നടപ്പിലാക്കാൻ മാത്രം രൂപീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ഫ്രെയിംവർക്ക് അവിടെ നിന്നാണ് അഡോപ്റ്റ് ചെയ്തത്. ഫോർമലി ഈ പദ്ധതി ലോഞ്ച് ചെയ്യുന്നത് 1998 May 17 AB വാജ്പേയി ആണ്, മലപ്പുറത്താണ്. 2011 മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ഇത് റിക്കഗ്നൈസ് ചെയ്തു. എന്തായിട്ട്? സ്റ്റേറ്റ് റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. കേരളത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങൾക്കും NRLMൻ്റെ ഈടെ ഒരു SRLM കാണും. അപ്പോൾ അത് കേരളത്തിൻ്റെ SRLM ആയിട്ട്, സ്റ്റേറ്റ് റൂറൽ ലൈവ്ലിഹുഡ് മിഷനായിട്ട് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്, കേന്ദ്ര മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് 2011 നമ്മുടെ കുടുംബശ്രീയെ റിക്കഗ്നൈസ് ചെയ്തു. അതുമാത്രമല്ല, ഇതിനെ മോഡൽ ചെയ്തിട്ട് ഒത്തിരി സംസ്ഥാനങ്ങൾ കുടുംബശ്രീ മാതൃകയിൽ പദ്ധതി നടപ്പിലാക്കുന്നുമുണ്ട്. കുടുംബശ്രീ പദ്ധതിയുടെ ചെയർമാൻ എപ്പോഴും പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ മന്ത്രിയായിരിക്കും. മിഷൻ്റെ ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക് IAS ആണ്. 25ാം വാർഷികം കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. വളരെ റീസെൻ്റായിട്ട് സംസ്ഥാനത്ത് ഒരു വലിയ സംഗമമൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു കുടുംബശ്രീയുടെ 25ാം വാർഷികത്തിനോടനുബന്ധിച്ച്. അതുപോലെ തന്നെ കുടുംബശ്രീയുടെ 25ാം വാർഷികത്തിനോടനുബന്ധിച്ച് നമ്മുടെ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷന് ചുവട് എന്ന പേരിൽ എല്ലാ അയൽക്കൂട്ടങ്ങളിലും പതാക ഉയർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വാർഷികത്തിനോടനുബന്ധിച്ച് നടത്തുന്ന ആർട്സ് സ്പോർട്സ് കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ പേരാണ് അരങ്ങ്. ഇനി കുടുംബശ്രീയുടെ ആ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് 3 സ്ട്രാറ്റജിക് ഡൊമൈനാണുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. 3 സ്ട്രാറ്റജിക് ഡൊമൈനാണുള്ളത്. ഇക്കണോമിക്, സോഷ്യൽ, വിമൺ. ഈ 3 എംപവർമെൻറ്റിനാണ് കുടുംബശ്രീ പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇനി NHG സ്ട്രക്ചർ എങ്ങനെയാണ്? ഇപ്പം നെയ്ബർഹുഡ് ഗ്രൂപ്പിൻ്റെ അയൽക്കൂട്ടത്തിന് മിനിമം 10 മെമ്പറാണുള്ളത്. ഒരു പ്രസിഡന്റ് വേണം, ഒരു സെക്രട്ടറി വേണം, 3 വോളണ്ടിയേഴ്സ് വേണം. എന്നൊക്കെയാണ് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇൻകം ജനറേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഇതിന് വേണ്ടി 3 വോളണ്ടിയേഴ്സ് കാണും. 3 വർഷത്തിലൊരിക്കലാണ് ഇലക്ഷൻ നടക്കുന്നത്. ഇനി കുടുംബശ്രീ മിഷന് 3 റീജിയണൽ സെൻറ്റേഴ്സ് ഉണ്ട്. നോർത്ത്, സെൻട്രൽ, സതേൺ ആണുള്ളത്. ഇനി ആക്ടിവിറ്റീസ് ഓഫ് കുടുംബശ്രീ എന്താണ്? സോഷ്യൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഡെസ്റ്റിറ്റ്യൂട്ട് ഫ്രീ കേരള പദ്ധതി, അല്ലെങ്കിൽ അഗതിരഹിത കേരളം എന്ന് പറയുന്നൊരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? ലാൻഡ്ലെസ്, ഹോംലെസ് ആയിട്ടുള്ള ആളുകൾക്ക്, അതുപോലെ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി ഇല്ല, ഹൈജീനിക് ടോയ്ലറ്റ് ഇല്ല, ഫാമിലി, അതുപോലെ തന്നെ വിത്തൗട്ട് എംപ്ലോയിഡ് അഡൾട്ട്, ജോലി ചെയ്യാൻ ഉള്ള ഒരു മുതിർന്ന വ്യക്തിയില്ല, വിമൺ ഹെഡഡ് ഫാമിലി വിത്ത് മെമ്പേഴ്സ് ഹാവിങ് ഫിസിക്കൽ ഓർ മെൻ്റൽ ഡിസബിലിറ്റി ഓർ ക്രോണിക് ഡിസീസ്, SC ST ഫിഷർമാൻ കമ്മ്യൂണിറ്റി, ഫാമിലി വിത്ത് ഇല്ലിറ്ററേറ്റ് അഡൾട്ട്, ഇങ്ങനെയൊക്കെയുള്ള കുടുംബങ്ങളിലെ വ്യക്തികൾക്ക് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് അത് അഗതിരഹിത കേരളം പദ്ധതിയുടെ ലക്ഷ്യം. എന്തൊക്കെ സർവീസസ് ആണ് കൊടുക്കുന്നത്? ബേസിക് സർവീസ് ആയിട്ടുള്ള ഫുഡ്, ക്ലോത്തിങ്, അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കും. ഇൻഫ്രാസ്ട്രക്ചർ നീഡ്സ്, വീട് വെച്ച് കൊടുക്കും. ഡെവലപ്മെൻറ്റൽ നീഡ്സ്, സൈക്കോളജിക്കൽ നീഡ്സ്, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം.
നെക്സ്റ്റ് ബഡ് സ്കൂൾ. വളരെ വളരെ ഒരു സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു സ്കീമാണ് ബഡ് സ്കൂൾ എന്ന് പറയുന്നത്. ഇൻക്ലൂസീവ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ മെൻ്റലി ചലഞ്ചഡ് ചിൽഡ്രൻ. അപ്പോൾ അവർക്ക് സാധാരണ സ്കൂളിൽ ചെന്നിരുന്നാൽ അവർക്ക് മറ്റുള്ളവരോടൊപ്പം എത്തണമെന്ന് പറ്റില്ല, അവരുടെ സ്പെഷ്യൽ നീഡ്സ് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ബഡ് സ്കൂൾ എന്ന പേരിൽ ആദ്യമായിട്ട് ബഡ് സ്കൂൾ വന്നത് 2004 വെങ്ങാനൂർ പഞ്ചായത്താണ് ബഡ് സ്കൂൾ. അവർക്ക് വേണ്ടി സ്പെഷ്യൽ യൂണിഫോംസ് ഒക്കെ ഉണ്ട്. 18 വയസ്സ് വരെ അവർക്ക് ബഡ് സ്കൂളിൽ പഠിക്കാം. 2015 ആയപ്പോൾ എന്ത് ചെയ്തു? ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ കൊണ്ടുവന്നു. 18 വയസ്സ് കഴിയുമ്പോൾ ഇവർ എന്ത് ചെയ്യും? വീണ്ടും വീട്ടിലോട്ടല്ലേ പോകുന്നത്. 18 വയസ്സ് കഴിയുമ്പോൾ അവർക്ക് സഡൻ ചേഞ്ച് സംഭവിക്കണമെന്നുണ്ടോ? സ്വന്തം കാലം നിൽക്കാൻ പറ്റണമെന്നുണ്ടോ? ഇല്ല. അപ്പോഴും അവരെ വീടുകളിൽ തനിച്ചാക്കി അവരുടെ മാതാപിതാക്കൾക്ക് ജോലിക്ക് പോകേണ്ടി വരും. അപ്പോൾ എന്തു ചെയ്യും? അതിനുവേണ്ടി ഇവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ 18-ന് ശേഷവും ഇവർക്ക് ബഡ്സിൽ തുടരണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ വന്നു. സെൻറ്റർ ഫോക്കസ് ഓൺ ദ പോസ്റ്റ് സ്കൂൾ ഏജ് ഗ്രൂപ്പ്. അങ്ങനെയുള്ളവരെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. റീഹാബിലിറ്റേഷൻ, ട്രെയിനിങ്, ഡേ കെയർ ഓഫ് ദീസ് മെൻ്റലി ചാലഞ്ചഡ് പേഴ്സൺ, ഇതാണ് ലക്ഷ്യം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫേഴ്സ് ആയിരുന്നു 2023 ബഡ്സ് സ്കൂൾസ് നിർമ്മിക്കുന്ന കുട്ടികൾ, മെൻ്റലി ചാലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾ ഒരുപാട് പ്രോഡക്ട്സ് നിർമ്മിക്കും. അവരുടെ പ്രോഡക്ട്സ് ഇതൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ആക്കി മാറ്റി, അതിനൊരു ലോഗോ ഒക്കെ ഉണ്ട്. ഇതൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ വിൽക്കാൻ ആരംഭിച്ചു എന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു. ഓക്കെ. ബാലസഭ. ഇനി കുടുംബശ്രീയുടെ അതേ മാതൃകയിൽ കുട്ടികൾക്ക് വേണ്ടി അയൽക്കൂട്ടങ്ങളുണ്ട്, ബാലസഭയുണ്ട്. എന്തിനാണ്? ടു മൊബിലൈസ് ആൻഡ് നർച്ചർ ചിൽഡ്രൻ. ഈച്ച് ബാലസഭ കൺസിസ്റ്റ് ഓഫ് 15 to 30 ചിൽഡ്രൻ ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 5 to 18 വയസ്സിൻ്റെ ഇടയിലുള്ള കുട്ടികൾക്ക് 30 വരെ മാക്സിമം ആകാം. ഓക്കെ. പ്രൈം ഒബ്ജക്റ്റീവ് എന്താണ്? ഇൻ്റർ ജനറേഷണൽ ട്രാൻസ്മിഷൻ ഓഫ് പോവർട്ടി ത്രൂ കേപ്പബിലിറ്റി എൻഹാൻസ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ. പോവർട്ടി റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കുട്ടികളെ എംപവർ ചെയ്തിട്ട് ആ പോവർട്ടി കുറയ്ക്കുക. ഇൻ്റർ ജനറേഷൻ, അടുത്ത ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലോട്ട് കൈമാറ്റം ചെയ്യപ്പെടേക്കാവുന്ന ആ ഒരു ദാരിദ്ര്യത്തെ കുറയ്ക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. സ്മോൾ ലേണിംഗ് ഗ്രൂപ്പ്സ് ഫോർ എക്സ്പെരിമെൻ്റൽ ആൻഡ് സിസ്റ്റമാറ്റിക് ലേണിംഗ്, ഓപ്പർച്യൂണിറ്റീസ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഡെമോക്രാറ്റിക് പ്രോസസ്, പാർട്ടിസിപ്പേഷൻ ഇൻ കൺസേർവിങ് എംപ്ലോയ്മെൻറ്റ്. ഇപ്പോൾ ഈ എംപ്ലോയ്മെൻറ്റ് ഇതൊക്കെയാണ് ലക്ഷ്യങ്ങൾ. അപ്പോൾ ഈ ഡെമോക്രാറ്റിക് പ്രോസസ്സ്, അപ്പോൾ ഈ പ്രസിഡൻറ്റിനെയും സെക്രട്ടറിയൊക്കെ എലക്ട് ചെയ്ത് റിപ്പോർട്ടൊക്കെ അവതരിപ്പിക്കുക, ഇതെല്ലാം ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിലേക്ക് അവരെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ദെൻ ട്രൈബൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് 100 ഡേ പണിയ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിസ് ഇസ് ഫിനാൻസ്ഡ് ബൈ ST ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇംപ്ലിമെൻറ്റഡ് ഇൻ 100 പണിയ കോളനീസ് ഓഫ് വയനാട്, കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട്, ഈ 4 ജില്ലകളിലാണ് നടപ്പിലാക്കുന്നത്. എന്താണ് ഇവിടെ എന്ന് പറയുന്നത്? ഒരു 100 കോളനികളിലേക്ക് കമ്മ്യൂണിറ്റി കിച്ചൺ നടപ്പിലാക്കുന്നുണ്ട് കുടുംബശ്രീ വഴി. അതുപോലെ ഫുഡ് വുഡ് ബി പ്രിപ്പയർഡ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് നീഡ് ആൻഡ് ഡിമാൻഡ് ഓഫ് ട്രൈബൽ പോപ്പുലേഷൻ ഇൻ ഈച്ച് ഡിസ്ട്രിക്ട്. ഓരോ ഡിസ്ട്രിക്റ്റിലുള്ള ട്രൈബൽ പോപ്പുലേഷൻ്റെ അവരുടെ ഭക്ഷണ രീതി, സംസ്കാരമൊക്കെ വേറെ ആയിരിക്കും. അതിനനുസരിച്ച് കമ്മ്യൂണിറ്റി കിച്ചൺസ് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന ലക്ഷ്യം. നെക്സ്റ്റ്, സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക്. 24/7 ടെലി കൗൺസിലിംഗ് കൊടുക്കുക എന്നുള്ളതാണ് പ്രൈം ഒബ്ജക്റ്റീവ്. മെയിൻ എയിം ഈസ് ടു പ്രൊവൈഡ് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ടു ദോസ് വിമൻ ആൻഡ് ചിൽഡ്രൻ ഹു ആർ ഇൻ ഡിസ്ട്രസ് ആൻഡ് പ്രൊവൈഡ് വോയിസ് ഫോർ ദെയർ ഇഷ്യൂസ് ആൻഡ് കൺസേൺസ്. ഷോർട്ട് സ്റ്റേ ഹോം ഫോർ വിമൻ ആൻഡ് ചിൽഡ്രൻ ഹു ആർ ഫേസിങ് അട്രോസിറ്റീസ് ആൻഡ് വയലൻസ്. അപ്പോൾ ഈ ഇരകളാക്കപ്പെട്ടവർക്ക് ഇടക്കാലത്തേക്ക് താമസ സൗകര്യം ഒരുക്കുക. ഷോർട്ട് സ്റ്റേ ഫോർ വിമൻ ട്രാവലിംഗ് എലോൺ ഇൻ നൈറ്റ്. രാത്രിയൊക്കെ ഒറ്റയ്ക്ക് സഞ്ചരിക്കേണ്ടി വരുന്ന വ്യക്തികൾക്ക്, ഇപ്പോൾ ചിലപ്പോൾ ഹോട്ടലിലൊക്കെ വാടകയ്ക്ക് എടുത്ത് താമസിക്കാൻ ചിലപ്പോൾ പറ്റണം എന്നില്ല. അവർക്കൊക്കെ ഇപ്പോൾ വരുന്നതിനടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനിനോടൊക്കെ എത്തുന്നതിനോടടുത്ത സ്ഥലങ്ങളിൽ തന്നെ താമസ സൗകര്യം ഒരുക്കുക. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ അഡോൾസെൻ്റ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കൊടുക്കുക, അവയർനെസ് ക്യാമ്പയിൻസ് കൊടുക്കുക, ലീഗൽ മെഡിക്കൽ അസിസ്റ്റൻസ്, റീഹാബിലിറ്റേഷനൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിൻ്റെ ലക്ഷ്യം. നെക്സ്റ്റ്, സ്ത്രീശക്തി എന്ന് പറഞ്ഞൊരു പോർട്ടലുണ്ട്. ആക്ച്വലി അതുമായിട്ട് ബന്ധപ്പെട്ട വലിയ ഡീറ്റെയിൽസ് ഒന്നുമില്ല, കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ടൊരു പദ്ധതിയാണെന്ന് ഓർമ്മിക്കുക. അട്ടപ്പാടി സ്പെഷ്യൽ പ്രോജക്റ്റ്, അതായത് ഇരുള, മുതുക, കുറുമ്പ ട്രൈബൽ ഫാമിലിയെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. അവരെ സോഷ്യലി മൊബിലൈസ് ചെയ്യുക, സോഷ്യൽ ഇൻക്ലൂഷൻ കൊണ്ടുവരിക, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർമേഷൻ, സ്ട്രെങ്തനിങ്, കപ്പാസിറ്റി ബിൽഡിംഗ്, ലൈവ്ലിഹുഡൊക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പദ്ധതിയുടെ നടത്തിപ്പുകാർ കുടുംബശ്രീ ആണെന്ന് എന്നുള്ളത് ഓർമ്മിക്കുക. നെക്സ്റ്റ്, കൊച്ചി മെട്രോ ഫെസിലിറ്റേഷൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം നടപ്പിലാക്കുന്നുണ്ട്. അൺഎംപ്ലോയ്മെൻറ്റ് എമംഗ് ഫീമെയിൽസ് വലിയൊരു ഇഷ്യൂ ആണ്. കേരളത്തിൽ നമ്മൾ പഠിച്ചു റേറ്റൊക്കെ. ടു അഡ്രസ് ദിസ് ഇഷ്യൂ കുടുംബശ്രീ എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് ഓൺ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് സെൻറ്റർ. അതായത് അവർ ഒരു തൊഴിൽ സേനയെ ക്രിയേറ്റ് ചെയ്യും. എങ്ങോട്ടൊക്കെയാണോ ആവശ്യമുള്ള ക്ലയൻസിന് അവർ തൊഴിലിനെ കൊടുക്കും. ഉദാഹരണം, ആദ്യമായിട്ട് ഇവരുടെ ക്ലയൻ്റ് എന്ന് പറയുന്നത് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ആയിരുന്നു. അപ്പോൾ അവരെ സമീപിച്ചപ്പോൾ ഇപ്പോൾ ടിക്കറ്റ് അടിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് കെയറിലിരിക്കാൻ, ഹൗസ് കീപ്പിംഗ്, ഗാർഡനിങ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ തൊഴിലാളികളെ ഇവർ വിന്യസിക്കും. ഇവരോട്ട് വരുന്ന ഒരു കോൺട്രാക്ടേഴ്സിനെ പോലെ ആക്ട് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ്,
ഇവർ നടപ്പിലാക്കുന്ന മറ്റ് പദ്ധതികളാണ് ഭവനശ്രീ, കുടുംബശ്രീയുടെ ഒരു മൈക്രോ ഹൗസിംഗ് പ്രോജക്റ്റാണ്. പിന്നെ ജനകീയ ഹോട്ടൽസ് അറിയാം, കുടുംബശ്രീ ജനകീയ ഹോട്ടൽസ് ഉണ്ട്, 20 രൂപയ്ക്ക് ഊണ് കിട്ടുന്ന ഹോട്ടൽസ് ഉണ്ട്. നെക്സ്റ്റ് കണ്ടോ, കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ, നെയിം സോൾട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോജക്റ്റ് സ്റ്റാർട്ടഡ് ബൈ കുടുംബശ്രീ തെളിമ. ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ആദ്യം പറഞ്ഞ 3 സ്ട്രാറ്റജിക് പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, കുടുംബശ്രീ ഇസ് എ പോവർട്ടി എലിവേഷൻ, പോവർട്ടി ഇറാഡിക്കേഷൻ ആൻഡ് വിമൻ എംപവർമെൻറ്റ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റഡ് ബൈ കേരള ഗവൺമെൻറ് സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ SPM. അപ്പോൾ ആദ്യം വളരെ ഒരു സെൻറ്റൻസ് പറയുകയാണ്, ആവശ്യമില്ല ക്വസ്റ്റ്യൻ്റെ. ഫൈൻ പെയർ ഓഫ് പ്രോഗ്രാം ഡൊമൈൻസ് ആൻഡ് കീ പ്രോഗ്രാംസ് ഓഫ് ദ കുടുംബശ്രീ. കുടുംബശ്രീയുടെ 3 സ്ട്രാറ്റജിക് പ്രോഗ്രാംസ് കൊടുത്തിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് ചേർന്ന് വരുന്നതാണോ പദ്ധതി എന്ന് നോക്കുക. ആദ്യത്തത് നോക്കാം, വിമൻ എംപവർമെൻറ്റ് നാഷണൽ സ്ലം ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. നാഷണൽ സ്ലം ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ബന്ധമുണ്ടോ നോക്കാം. ഇക്കണോമിക് എംപവർമെൻറ്റ്, കളക്റ്റീവ് ഫാമിംഗ്, ഓക്കെ കളക്റ്റീവ് ഫാമിംഗ് വരാം. സോഷ്യൽ എംപവർമെൻറ്റ്, ഡെസ്റ്റിറ്റ്യൂട്ട് ഐഡൻറ്റിഫിക്കേഷൻ റീഹാബിലിറ്റേഷൻ നമ്മൾ പഠിച്ചു അഗതി രഹിത കേരളം അല്ലേ. അപ്പോൾ രണ്ട് സെക്കൻഡും തേർഡും ആണ് വരുന്നത്. ആദ്യത്തെ ഇതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, എന്ന് വെച്ചാൽ വിമൻ എംപവർമെൻറ്റായിട്ട് ബന്ധമില്ല. പക്ഷേ കേരളത്തിൽ കുടുംബശ്രീയാണ് സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ ആയതുകൊണ്ട് കേരള വേറൊരു പദ്ധതി, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു ഏജൻസി കൂടെയാണ് കുടുംബശ്രീ. അപ്പോൾ ആ രീതിയിൽ സ്ലം ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റഡ് ഹൗസിംഗ് പദ്ധതിയൊക്കെ കുടുംബശ്രീ നടപ്പിലാക്കുന്നുണ്ട്. അല്ലാതെ വിമൻ എംപവർമെൻറ്റ് കമ്പണൻ്റെ കീഴിലുള്ള പദ്ധതി അല്ല അത് എന്നുള്ളത് ഓർമ്മിക്കുക. അങ്ങനെ 2 and 3 പഠിച്ചില്ലെങ്കിൽ പോലും ഈ സ്ലം ഡെവലപ്മെൻറ്റ് എന്നൊരു വാക്ക് എലിമിനേറ്റ് ചെയ്ത് ഇതിലോട്ട് എത്തിച്ചേരാവുന്നതേ ഉള്ളൂ. കണ്ടോ, കുടുംബശ്രീയുടെ വെബ്സൈറ്റിൽ തന്നെ കിടക്കുന്നതാണ്. ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടി എന്തൊക്കെ പദ്ധതികളാണ്, സോഷ്യൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി എന്തൊക്കെ പദ്ധതികളാണ്, വിമൺ എംപവർമെൻറ്റിന് വേണ്ടി എന്തൊക്കെ പദ്ധതികളാണ്. നമ്മളിതിൽ പ്രധാനപ്പെട്ടതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്നാലും ഒന്നുകൂടെ നോക്കാം. ലോക്കൽ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടി മൈക്രോ എൻ്റർപ്രൈസസ്, ഇപ്പോൾ അച്ചാർ തുടങ്ങി എന്തൊക്കെ പദ്ധതികളാണ് കുടുംബശ്രീ, എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണ് നടപ്പിലാക്കുന്നതെന്ന് അറിയോ. നെക്സ്റ്റ് ഫാം ആക്ടിവിറ്റീസ്, കളക്റ്റീവ് ഫാമിംഗ് ഒക്കെ നടപ്പിലാക്കുന്നുണ്ട്. മാർക്കറ്റിംഗ് ഇനിഷ്യേറ്റീവ്സ് നടപ്പിലാക്കുന്നുണ്ട്. പ്രൊഡ്യൂസർ കമ്പനീസ് ഒക്കെ നടപ്പിലാക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡെസ്റ്റിറ്റ്യൂട്ട് ഫ്രീ കേരള, അഗതി രഹിത കേരളം പദ്ധതി ആരാണ് നടപ്പിലാക്കുന്നതെന്ന് ഓൺവേർഡ് ചോദിക്കാം. ബഡ് സ്കൂൾ നടപ്പിലാക്കുന്നുണ്ട്. ബാലസഭ, ട്രൈബൽ ഡെവലപ്മെൻറ്റ് അട്ടപ്പാടി പ്രോജക്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചു. ദെൻ വിമൺ എംപവർമെൻറ്റ് ബന്ധപ്പെട്ട് സ്നേഹിത ജെൻഡർ നെറ്റ്വർക്ക് നമ്മൾ പഠിച്ചു. ജെൻഡർ പ്രോഗ്രാംസ്, ജെൻഡർ റിസോഴ്സ് സെൻറ്റർ, സ്ത്രീ ശക്തി പോർട്ടൽ ഉണ്ടെന്ന് പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ കീഴിലുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് അറിയില്ലെങ്കിൽ കൂടിയും എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മനസ്സ് കാണിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് പഠിച്ചത്. അതായത് എന്തൊക്കെയായിരുന്നു, നമ്മുടെ എംപ്ലോയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക് കോൺസെപ്റ്റ്സ് നമ്മൾ പഠിച്ചു. എന്താണ് വർക്ക് പോപ്പുലേഷൻ റേഷ്യോ, അതുപോലെ LFPR എന്താണ് പഠിച്ചു, അൺഎംപ്ലോയ്മെൻറ്റ് റേഷ്യോ എന്താണ് പഠിച്ചു. ചോദിക്കാൻ സാധ്യതയുള്ള ഈ ടേബിൾ പഠിക്കാതെ പോകരുത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ കോൺസെപ്റ്റ്സ് മനസ്സിൽ എപ്പോഴും നിൽക്കണം ഈ ടേബിളുമായിട്ട് ബന്ധപ്പെട്ട്. നെക്സ്റ്റ് നമ്മൾ ഫ്ലാഗ്ഷിപ്പായിട്ടുള്ള കുറേ എംപ്ലോയ്മെൻറ്റ് പ്രോജക്റ്റ് പഠിച്ചു. അടുത്ത ഏറ്റവും ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ട എന്തൊക്കെ പഠിച്ചു, MGNREGA നമ്മൾ പഠിച്ചു, കുടുംബശ്രീ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ പാർട്ടിൽ നമ്മൾ പഠിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ താങ്ക് യു.